ദൈവത്തിൻ്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹപ്പെട്ട ഒരു പകലിനോടും സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെ ഈ 2ാം ദിവസം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പ്രൈസിലോ ഭൗതിക നന്മകളോ ഒന്നുമല്ല ഉപവാസം. ഉപവാസം എന്ന് പറയുന്നത് ആത്മീയ നന്മയാണ്. ആത്മീയ നന്മ ഉണ്ടെങ്കിലേ ഭൗതിക നന്മ നമ്മുടെ ജീവിതത്തിനകത്ത് ലഭിക്കത്തുള്ളൂ. മുന്നോട്ടുള്ള ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ കർത്താവ് നടത്തി തരണമെങ്കിൽ നമുക്ക് ആത്മീയ നന്മ നമ്മൾ മേൽ എന്ത് ചെയ്യണം? വെളിപ്പെട്ടേ മതിയാവും. ദൈവമായിട്ടൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധം ഇരട്ടിയായി കൂട്ടുവാൻ, അല്ലെങ്കിൽ ദൈവമായി ഏറ്റവും കൂടുതൽ അടുക്കുവാൻ ദൈവം നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നതും ദൈവം നമ്മളെ കരുതുന്നതും ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നതും. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് നമ്മളെ ഓരോരുത്തരെയും ആര് വിളിച്ചിരിക്കുന്നത്? കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും? ദൈവത്തിന് നമ്മളോട് എന്ത് ചെയ്യും? ഇഷ്ടം തോന്നും. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ ഒരിക്കലും ദൈവത്തിന് നമ്മളോട് എന്ത് ചെയ്യത്തില്ല. ചിലവര് ചിലവരെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ഇപ്പം പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറഞ്ഞ ചിലവര് നമ്മളെ കണ്ടവർ നമുക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. പണിയൊന്നുമില്ല, ചുമ്മാ ഇരുന്നാലും എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥനയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ദൈവത്തിന് വില കൊടുക്കത്തില്ല. ഇവരുടെ പരിപാടി എന്തുവാ? പോകുന്നവർക്കെല്ലാം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ചിലവര് സ്തോത്രം ചില ഹൈന്ദവ മാർഗത്തിനകത്താലും ചില ശബരിമല പോകുമ്പോഴും വളരെയെല്ലാം പോകുമ്പോഴും ഇവരോടെന്ന് പറയും, ഞങ്ങൾ ഒരു ചില്ലറ തരാം, അതുകൊണ്ടൊന്ന് ഇട്ടേക്കണം. കാര്യം എന്തുവാ? ഇവർക്ക് ബുദ്ധിമുട്ടാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും മിക്കവാറും ഉള്ളവര് പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തികളാണെങ്കിൽ കുഴപ്പമില്ല. പ്രൈസോ. പ്രാർത്ഥനയ്ക്ക് പോവാതെ ഇവര് നമ്മളെ കാണുമ്പോഴെന്ത് ചെയ്യും? ഒന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ഇന്ന് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് ഒരാൾ എന്നെ അടുത്ത് വിളിച്ചു, ഞങ്ങൾ ഇന്ന വിഷയത്തിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. പ്രൈസോ. കാര്യം എന്തുവാ? അധ്വാനിക്കാതെ വിടുതൽ കിട്ടും. ചിലപ്പോ ആ പ്രാർത്ഥന ഏറ്റാലും പ്രൈസലോ. ചില വ്യക്തികളുണ്ട് ആ പ്രാർത്ഥന ഞാൻ ചിലപ്പോൾ കയറി വരുമ്പോൾ ചിലവർ എന്നോട് പറയാറുണ്ട്, താഴേക്കുന്നത് ഞാനപ്പോ ഓർക്കാറുണ്ട്, ഇവർക്ക് എങ്ങനെങ്കിലും എന്തുവാ ചിലപ്പോ ഇതങ്ങ് ഏറ്റാലും ഇതങ്ങ് പറഞ്ഞു, ചിലപ്പോ ഇതങ്ങ് ഏറ്റാലും പ്രൈസലോ. എന്തുവാ? അധ്വാനിക്കാതെ ദൈവം ചെയ്യത്തില്ല, ഒന്നും തരത്തില്ല. പ്രൈസലോ. കർത്താവ് എന്താ പറഞ്ഞേ? ഭാരം ചുമക്കുന്നവനെ നീ എന്റെ അടുക്കിലേക്ക് വരും. പ്രൈസലോ. ഭാരം ചുമക്കുന്നവൻ അടുക്കിലേക്ക് ആര് വരും? അവന്റെ ഭാരം കൊണ്ട് അവൻ യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ ഭാരം ആര് ചുമക്കും? കർത്താവ് പറയുക, ഞാൻ ചുമന്നോളാം, നിന്നെ ഫ്രീ ആക്കിയേക്കാം. പക്ഷേ നീ ആരുടെ വരണം? കർത്താവിന്റെ അടുത്തേക്ക് വരണം. കർത്താവിന്റെ അടുത്തേക്ക് നീ ഭാരമായി ചെന്നാൽ മാത്രമേ നിന്റെ ഭാരം എത്തിയത്തുള്ളൂ, കർത്താവ് എടുക്കത്തുള്ളൂ. പ്രൈസലോ. അല്ലാതെ ഈ ഭാരം മാറിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ അടുത്തേക്ക് വരാത്തവന്റെ ഭാരം ആര് മാറ്റത്തില്ല. ചിലവർ എത്ര സത്യം അറിഞ്ഞാലും എന്ത് ചെയ്യത്തില്ല? രൂപാന്തരപ്പെടുത്തില്ല, മാനസാന്തരപ്പെടുത്തില്ല. പ്രൈസലോ. ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ ചോദിക്കുന്ന ടീമുകളൊന്നും ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. കാര്യം എന്തുവാ? ഇവരെന്നും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കത്തേ. പ്രൈസലോ. വില കൊടുത്ത് ഇറങ്ങി വന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവസനയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രാർത്ഥന കേട്ട് അവർക്ക് അന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ പ്രാർത്ഥന ചോദിച്ചാൽ ആ പ്രാർത്ഥന സ്വർഗം കേൾക്കും. ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥം ഇത് ഒരിടത്തും പോവാതെ ദൈവസനിലേക്ക് അടുക്കാതെ ദൈവത്തിന്റെ പ്രാർത്ഥന എന്ത് വേണം? ചിലർ പറയത്തില്ലേ, യേശു കർത്താവ് പിന്നെ നല്ലതാണ്. പ്രൈസലോ. കാര്യം എന്തുവാ? യേശു കർത്താവ് വിടുവിക്കും. പക്ഷെ ഇവർക്ക് ആരെ വേണ്ട? ഇതെല്ലാം നല്ലതെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതെന്ന് പറയുന്നതിനെ നമ്മൾ തെരഞ്ഞെടുക്കുന്നില്ലേ? നമുക്ക് നല്ലതെന്ന് തോന്നുന്നതിനല്ലേ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ചിലവരെന്തുവാ? നല്ലതെന്ന് പറയത്തില്ലേ ഉള്ളൂ, എന്ത് ചെയ്യത്തില്ല? തെരഞ്ഞെടുക്കത്തില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ചിലത് വിടാൻ ബുദ്ധിമുട്ടാണ്. വിടാതെ ദൈവത്തിന് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ശബരിമലയിൽ പോയി 40 ദിവസം വ്രതം എടുത്ത് ശബരിമലയിൽ പോയെന്ന് പറഞ്ഞു. പ്രൈസലോ. അല്ല, പളനി പോയി മുട്ടയടിക്കുന്ന മാർഗമല്ല സ്നാനപ്പെടുന്ന മാർഗം. സ്നാനപ്പെടുന്ന മാർഗം ഇച്ചിരി വിലയുള്ള സാധനമാണ്. ചിലവർ ഓർത്തേക്കുന്ന എന്തുവാ? പ്രൈസലോ. എന്റെ അപ്പനും അമ്മയും സ്നാനപ്പെട്ടതുകൊണ്ട് എനിക്കൊന്നും സ്നാനപ്പെടാം, അല്ല സ്നാനപ്പെട്ടാലേ എനിക്ക് വിവാഹം നടക്കത്തുള്ളൂ, സ്നാനപ്പെട്ടാലേ എന്റെ മുന്നോട്ടുള്ള കാര്യം നടക്കത്തുള്ളൂ. ഈ രീതിയിൽ പോകുന്നവരാ കൂടുതലും വരും. പ്രൈസലോ. അവർക്കൊരിക്കലും ആരോട് ചേരാൻ പറ്റത്തില്ല? കർത്താവിനോട് ചേരാൻ പറ്റില്ല. അവരോട് ഇനി എത്ര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറ്റി അല്ലെങ്കിൽ ദൈവം പറയുന്ന അത്ഭുത പ്രവൃത്തിയെ പറ്റി പറഞ്ഞാലും അവരുടെ ഉള്ളത്തിനകത്ത് എന്ത് വരത്തില്ല? അതൊന്നും കയറി വരത്തില്ല. കാര്യം എന്തുവാ? അവരുടെ ചിന്താഗതി എന്തുവാ? ഇതാ, ഞാൻ സഭയിൽ പോയാലേ എന്റെ ചില കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അതുകൊണ്ട് സഭയായിട്ട് പോകണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തേ പോകത്തുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അതല്ല സ്നാനം. ഞാൻ മുമ്പേ പറയാം, അതല്ല സ്നാനം. പല സഭയോടും ഞാൻ വിളിച്ചു പറയുന്നത് കാര്യമുണ്ട്. സ്നാനം എന്ന് പറഞ്ഞാൽ അതല്ല. സ്നാനം എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതാണ് എന്റെ സ്നാനം. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉത്തരവാദിത്വം ആരോടുണ്ട്? എന്റെ ദൈവത്തോടുണ്ട്. ആ ദൈവത്തോടുള്ള ഉത്തരവാദിത്വമാണ് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഞാൻ ദൈവത്തെ ധരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തു എന്നെ ഏറ്റെടുക്കണമെങ്കിൽ, ക്രിസ്തുവിലേക്ക് ഞാൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അംശയായി തീരണമെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവന്റെ പുസ്തകത്തിനകത്ത് പേര് വരണമെങ്കിൽ ഞാൻ എന്താവണം? സ്നാനപ്പെടണമെങ്കിൽ എന്ത് വേണം? ഒരു മാനസാന്തരം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം ഉണ്ടാവണം. നിന്റെ പഴയ ജീവിതത്തിൽ നിന്ന് വിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ആരുമായിട്ട്? ക്രിസ്തുമായിട്ടുള്ള എഗ്രിമെന്റിലേക്ക് വരണം. ക്രിസ്തുമായിട്ടുള്ള എഗ്രിമെന്റിലേക്ക് നീ വരുമ്പോൾ പിന്നെ നീ ദൈവത്തിന്റെയാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ നീ ആരെയൊക്കെയുള്ളതാ? ദൈവത്തിനുള്ളതാ. നീ പ്രാധാന്യപ്പെട്ട ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും ദൈവത്തിന്റെ സ്നാനം മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെട്ട ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ, നീ ഒന്നിനെ കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്റെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. നീ ആർക്കുള്ളതാ? ഇന്ന് പകൽ ഓർത്തോണം. നിന്ദിക്കുന്നവരുടെ മേലും പരിഹസിക്കുന്നവരുടെ മേലും അപമാനിക്കുന്നവരുടെ മേലും അവരുടെ മുന്നിലെല്ലാം നീ പലപ്പോഴും അപമാനപ്പെടുമ്പോഴും പരിഹസപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും നീ നിന്റെ ഉള്ളത്തിനകത്ത് ചിന്തിച്ചോണം, ഞാൻ ക്രിസ്തുവിന്റെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്തുവിന്റെയാ. ഞാൻ ക്രിസ്തുവിന്റെ അംശിയാ. ഞാൻ ക്രിസ്തുവിന്റെ പൈതലാ. എന്നെ മകനെ മകളെ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവാ. ഞാൻ ഒരിക്കലും ആരുമില്ലാത്തവനല്ല. ഒരിക്കലും തള്ളപ്പെടുന്ന വ്യക്തിയല്ല. നിന്ദപ്പെട്ടവനായി, പരിഹാസപാത്രമായി, അപമാനപാത്രമായി എന്ന് വിരിക്കേണ്ട വ്യക്തിയല്ല. ഞാൻ ക്രിസ്തുവിന്റെ അംശിയാ. ഞാൻ ക്രിസ്തുവിന്റെ പുത്രനാ. ഞാൻ ക്രിസ്തുവിന്റെ മകളാ. എന്നെ മക്കളെ എന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ചിരിക്കുന്നത്, എന്നെ മകളെ എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത്, എന്നെ മകനെ എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെയാ. ഞാൻ എന്നെ മേൽ എനിക്ക് വേണ്ടി ചോദിക്കുവാൻ ഒരാളുണ്ട്. എന്നെ പരിഹസിക്കുന്നവർ വേണ്ടി, നിന്ദിക്കുന്നവർ വേണ്ടി, അപമാനിക്കുന്നവർ വേണ്ടി ഇന്ന് പകരം ഞാൻ വിളിച്ചു പറയുക, എനിക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു കർത്താവുണ്ട്. കാര്യം ഞാൻ വെറും കൈയോടെ അയക്കുന്ന ഒരു കർത്താവല്ല. ഞാൻ ക്രിസ്തുവിന്റെ പൈതലാ. ഓർത്തോണം. സ്തോത്രം. നിരാശപ്പെടുമല്ലോ ചില പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ, ചില അപമാനം കേൾക്കുമ്പോൾ, നിന്ന കേൾക്കുമ്പോൾ. യേശു ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ലോകപരമായ പല കാര്യത്തിനും അമികളിൽ എതിർപ്പ് പറയുന്നത് കൊണ്ടാണല്ലോ, അതിനൊന്നും ചേരാതെ മാറി നിൽക്കുന്നത് കൊണ്ടാണല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്? ന്യായപ്രമാണം പറയുന്നു എന്തൊക്കെയിൽ ചേരാം, ഏതിനോടൊപ്പം നിൽക്കാം എന്ന് ന്യായപ്രമാണം പറയുന്നു. ആ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്ക് ഈ പ്രതികൂലം വന്നത് എന്ന് നീ പലപ്പോഴും പ്രയാസപ്പെടുമ്പോൾ, പ്രിയ ദൈവത്തിൽ നീ അങ്ങനല്ല പ്രയാസപ്പെടേണ്ടത്. അപ്പോൾ നീ ഓർത്തോളം, ഞാൻ ക്രിസ്തുവിന്റെ പൈതലാ. എനിക്ക് വേണ്ടി ചോദിക്കുവാൻ ഒരാളുണ്ട്. എനിക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് പറഞ്ഞ് നീ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, ആ കണ്ണുനീരിന്റെ മധ്യയിൽ, ആ നിന്നയുടെ മധ്യയിൽ, പരിഹാസത്തിന്റെ മധ്യയിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, സ്വർഗം നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. നിന്നെ ഒരിക്കലും സ്വർഗം എന്ത് ചെയ്യത്തില്ല, കൈവിടത്തില്ല. ആമേൻ. സ്തോത്രം. നമ്മള് സ്വന്തം കണ്ടു കഴിഞ്ഞാൽ സാധാരണപ്പെട്ട വ്യക്തിയല്ല, പക്ഷെ നമ്മളെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആമേൻ. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ മുതൽ നമ്മൾ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യം എന്തുവാ? ദൈവത്തിന്റെ മണവാട്ടിയായ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. അമികാല സ്വന്തം അച്ചാരം ഉറപ്പിച്ച് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. അമികാല സ്വന്തം അമികാല നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അന്ന് മുതൽ നമ്മളെ മേൽ ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? യേശുവിന് ഉത്തരവാദിത്തമുണ്ട്. യേശുവിന്റെ ഉത്തരവാദിത്വത്തിനകത്ത്, അല്ലെങ്കിൽ യേശുവിന്റെ അധികാരത്തിനകത്ത്, യേശുവിന് പ്രിയപ്പെട്ടവനായി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ആര് ചോദിക്കും? ഇന്ന് ഉപവാസം ഇരിക്കുമ്പോൾ ദൈവമക്കളെ ഓർക്കേണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നലത്തെ മെസ്സേജിനകത്ത് അതുകൊണ്ട് ശക്തമായിട്ട് പറഞ്ഞത്, നിങ്ങൾ ദൈവമായി അടുക്കാൻ നോക്കും. ദൈവമായിട്ട് അടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധി നീ ഉടനെ പറ്റത്തുള്ളൂ. നീ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ചിലത് കളയാനുണ്ടെങ്കിൽ കളഞ്ഞേ പറ്റത്തുള്ളൂ. ചിലതിനെ വെറുക്കാനുണ്ടെങ്കിൽ വെറുത്തേ പറ്റത്തുള്ളൂ. ചിലത് മാറ്റി നിർത്തിയേ പറ്റത്തുള്ളൂ. ജനത്തിന്റെ അല്പനേരത്തുള്ള സ്നേഹമെല്ലാം കൊണ്ട് മാറ്റി നിർത്തിയിട്ട് അവികാൽ ദൈവവുമായി നീ നിശ്ചയമായുള്ള സ്നേഹത്തിലേക്ക്, അല്ലെങ്കിൽ പരിപൂർണമായ സ്നേഹത്തിലേക്ക്, അവസാനം വരെ നിന്നെ കൊണ്ടുപോകുന്ന സ്നേഹത്തിലേക്ക് നീ മാറിയൊന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. എന്തു വന്നാലും എന്റെ യേശു മതി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. എന്തു വന്നാലും എനിക്ക് എന്റെ യേശു മതി. അപ്പൊ യേശുമായിട്ടുള്ള സ്നേഹത്തോട് നമ്മൾ അടുക്കാൻ തുടങ്ങുമ്പോൾ യേശു നമ്മളിലേക്ക് അടുക്കാൻ തുടങ്ങും. യേശു എന്ത് ചെയ്യും? നമ്മളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ യേശു കൊണ്ട് മാറ്റി നിർത്താനല്ല അയക്കുന്നത്. അയ്യോ നീ ഇങ്ങനെ നിൽക്കട്ടെ, നീ അങ്ങനെ നിൽക്കട്ടെ, നീ ഇങ്ങനെ നിൽക്കുക എന്നൊന്നും പറഞ്ഞ് മാറ്റി നിർത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എപ്പോഴും എന്ത് ചെയ്യാനാണ്? നമ്മളെ അടുത്തോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്.
കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവൻ എന്തെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടണം. പിന്നെ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ ഭാരപ്പെടുന്നത്? നമ്മൾ യേശുവിനോട് ചേർന്നിരിക്കുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെടണം. മനുഷ്യ നാട്ടം വെച്ച 4-ാം ദിവസം കഴിഞ്ഞപ്പം ഉയർപ്പിച്ച ക്രിസ്തുവാണ്. പല രോഗത്തെ സൗഖ്യമാക്കിയ ക്രിസ്തുവാണ്. പല സ്തോത്രം അല്ലെങ്കിൽ സാമ്പത്തികമായി തകർന്നു കിടക്കുന്നവനെ, അല്ലെങ്കിൽ സ്തോത്രം മാനസികമായി ക്ലേശം അനുഭവിക്കുന്ന, കുടുംബത്തിനകത്ത് ക്ലേശം അനുഭവിക്കുന്നവനെ എല്ലാം സമാധാനം കൊടുത്ത് അവനെ ഇരട്ടി നഷ്ടപ്പെട്ടതെന്ന് ഇരട്ടി സന്തോഷം കൊടുത്ത് നിലനിർത്തിയവനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനോട് ഞാൻ ചേർന്നിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് ഭാരമാണ്, കഷ്ടമാണ്, പ്രതികൂലമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അത് ശരിയാണോ? ആണോ? ഞാൻ ആരോടാ ചേർന്നിരിക്കുന്നത്? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മളിപ്പോ ഈ പരാതി പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? നാണക്കെടൊന്നും വേണ്ട. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നില്ല. ചേർന്ന് നിന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ലായിരുന്നു? പരാതി പറയത്തില്ല. പരാതി പറയത്തില്ലായിരുന്നു. ഇന്ന് പകൽ വിളിച്ചു പറയുന്നത് വേണ്ട. ഉപവാസം എന്ന് പറയുന്നത് നീ ക്രിസ്തുവിനോട് അത്രയും ചേരാം. ആമേൻ. നിനക്ക് ക്രിസ്തുവിന്റെ ഇഷ്ടത്തിലേക്ക് എത്രയും ചേരാം. അതിനനുസരിച്ച് ആര് നിന്നെ ഇഷ്ടപ്പെടും? ക്രിസ്തു നിന്നെ ഇഷ്ടപ്പെടും. ക്രിസ്തു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാറത്തില്ല. മനുഷ്യൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? മാറും. സാഹചര്യത്തിനനുസരിച്ച് മാറും. പക്ഷെ കർത്താവ് ഒരിക്കലും സാഹചര്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ സ്തോത്രമാലിയ നിന്നോട് എന്ത് ചെയ്യത്തില്ല. ദൈവത്തിന് ഇഷ്ടം കുറയത്തില്ല. ദൈവത്തിന് ഇഷ്ടം കുറയാത്തോണ്ട് പ്രിയ ദൈവമക്കളെ ഞാനായാലും നിങ്ങളായാലും ഇന്ന് ജീവനോടിരിക്കുന്നത്. എത്ര വട്ടം തെറ്റിപ്പോയി, എത്ര വട്ടം വീഴ്ചകളുണ്ടായി, എത്ര വട്ടം കുറവുകളുണ്ടായി, എത്ര വട്ടം ദൈവത്തിൽ നമ്മൾ മാറി നിന്ന് ചിന്തിച്ചു, എത്ര വട്ടം ലോകത്തോട് ചേർന്ന് നിന്നു. എന്നിട്ട് കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയതുകൊണ്ടാ വീണ്ടും വീണ്ടും കർത്താവിനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. കർത്താവിന്റെ സ്നേഹത്തിനകത്ത് എന്തില്ല? കളങ്കമില്ല. ഇന്ന് പകലോർത്തു, കർത്താവിന്റെ സ്നേഹത്തിനകത്ത് മാത്രമേ എന്തില്ല? കളങ്കമില്ലാതുള്ളൂ. ആമേൻ. കപടമില്ലാത്ത സ്നേഹമാണ് കർത്താവിന്റെ സ്നേഹം. അത് നിശ്ചയമായി അവസാനം വരെ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവസാനം വരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോഴേ സ്തോത്രം, അത് കഴിഞ്ഞിട്ട് ഈ ലോകത്തിന്റെ മാസത്തിന്റെ അവസാനം വരെ കൊണ്ടുപോകുന്ന മാത്രമല്ല, കർത്താവിനോടൊപ്പം നമ്മളെ ഇരുത്തുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മളോട് ആർക്കും സ്നേഹമുള്ളത്? കർത്താവിനോട്. അപ്പൊ നമ്മൾ മനുഷ്യനോടാണോ സ്നേഹം കാണിക്കേണ്ടത്? മനുഷ്യനോടാണോ സ്നേഹം കാണിക്കേണ്ടത്? അല്ല, ലോകത്തോടാണ് സ്നേഹം കാണിക്കേണ്ടത്. ലോക അധികാരമുള്ളതാണ് നമ്മൾ സ്നേഹം കാണിക്കേണ്ടത്. നമ്മളോട് സ്നേഹം കാണിക്കേണ്ടത് കർത്താവായ യേശുവിനോട് മാത്രമാണ്. കാര്യം, എനിക്ക് വേണ്ടി ന്യായം പാലിച്ചു തരുന്ന, എനിക്ക് വേണ്ടി വിടുതൽ തരുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒറ്റ ഒരാൾ കർത്താവായ യേശുവ. അപ്പോൾ ഞാൻ ആരോടാ നീതി കാണിക്കേണ്ടത്? എന്റെ ദൈവത്തോടാ നീതി കാണിക്കേണ്ടത്. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് എന്തുവാ? കൂടുതലായി പറ്റിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച വചനത്തിലേക്ക് വരാം. മർക്കോസ് 12-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗമാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവിന് അപ്പുറത്ത് മറ്റൊന്നുമില്ല. കർത്താവിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. കർത്താവ് എന്നെ സൃഷ്ടിച്ചെങ്കിൽ, കർത്താവ് എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, അമ്മയുടെ ഉദരത്തിലെ ഉരുവാമെന്ന് മുമ്പേ ദൈവം എന്നെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ ആ വിശ്വാസത്തിലാ ജീവിക്കുന്നെങ്കിൽ, ഇന്ന് പ്രിയ ദൈവത്തിലെ നിനക്ക് ജീവിതത്തിനകത്ത് ഒരു പ്രതികൂലം വരത്തില്ല. ആ പ്രതികൂലത്തെ നീ ജയിച്ചിരിക്കും. വന്നാൽ പ്രതികൂലത്തെ ജയിച്ചു. പ്രതികൂലം വന്ന് നമ്മൾ തോറ്റു പോകുമ്പോഴാണ് പ്രതികൂലം വലുതായിട്ട് തോന്നുന്നത്. അല്ലാതെ പ്രതികൂലം വന്നതിനെ ഓർത്ത് നമ്മൾ വിഷമിക്കുന്നത്. പക്ഷെ ഏത് പ്രതികൂലത്തെ ജയിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രതികൂലം ഒരു വിഷയമേ അല്ല. ആണോ? പ്രതികൂലം നമുക്ക് ഒരു വിഷയമേ അല്ല. കർത്താവ് പറയുക, എന്തു പറയുക? സ്തോത്രം. കർത്താവ് ഏക കർത്താവ്. ഏക കർത്താവെന്ന യേശുക്രിസ്തുവിനെ നീ അറിഞ്ഞവൻ. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു, നീ ക്രിസ്തുവിനോട് ചാരിയിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നുവെങ്കിൽ പ്രതികൂലം വരുമ്പോൾ നീ ഭയപ്പെടൂ. നിന്നോട് ചേർന്നിരിക്കുന്ന ക്രിസ്തു എന്ത് ചെയ്യും? അതിനകത്ത് പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവം ഇഷ്ടപ്പെടുന്ന ദൈവമക്കളിലെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, സ്തോത്രം, നമ്മളെ വീടിന്റെ അപ്പുറത്തെ ഒരു പയ്യനെ അതിന്റെ അപ്പുറത്തെ വീട്ടിൽ ഒരാള് ചൂടായാൽ, അവൻ ചെയ്യാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് വീട്ടുകാരും നമുക്ക് പ്രാധാന്യപ്പെട്ട ആൾക്കാരാണ്, നല്ല സഹകരണമുള്ള ആൾക്കാർ. നമ്മൾ പ്രതികരിക്കും.
പ്രതികരിക്കും. ഈ രണ്ട് വീട്ടുകാരും നമുക്ക് പ്രാധാന്യപ്പെട്ടവരാണ്. അപ്പുറത്തെ വീട്ടിലെ പയ്യനെ അതിനപ്പുറത്തെ വീട്ടുകാരൻ ചൂടായി, ഒരു തെറ്റ് കണ്ട് ചൂടായി, അല്ലെങ്കിൽ തെറ്റില്ലാതെ തന്നെ അവന്റെ മേൽ ചൂടായി, അവന്റെ മേൽ പഴിച്ചു. അവനോട് പറഞ്ഞ അയ്യോ ഞാനൊന്നും അല്ല അത് ചെയ്തതെന്ന് പറഞ്ഞു. സ്തോത്രം. അവനോട് അവര് തമ്മിൽ വഴക്കുണ്ടാവും. നമ്മൾ ഈ രണ്ടുപേരും പ്രതികരിക്കും. നമ്മളെ നോക്കിയിട്ട് അവർ പറയാം ഇല്ലയോ ഇത് ശരിയല്ലയോ എന്ന് വെച്ചാൽ നമ്മൾ തലയാട്ടിക്കൊണ്ടിരിക്കും. പ്രതികരിക്കും. പ്രതികരിക്കത്തില്ലല്ലോ, ഉറപ്പാന്നേ. പ്രതികരിക്കൂ. എന്നാ ഞാൻ ഒരു വീട്ടുകാരോട് ചേർന്ന് നിന്ന് മറ്റവരോട് ചൂടാവൂ? മറ്റവരും എനിക്ക് വേണ്ടപ്പെട്ടവരാ, ചൂടാവൂ? ഉറപ്പാന്നേ ചൂടാവത്തില്ലല്ലോ. അന്ന് എന്റെ മക്കളെ കയറി ഒരാൾ പറഞ്ഞ അപ്പുറത്തെ വീട്ടുകാരൻ പറഞ്ഞ ഞാൻ പ്രതികരിക്കും. സ്തോത്രം. എന്റെ മക്കളെ അപ്പുറത്തെ വീട്ടുകാരൻ കുറ്റം പഴിച്ച് അവൻ ചെയ്യാത്ത കുറ്റം അവന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാണെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരൻ ചേർന്ന് നിന്ന് അടിച്ചേൽപ്പിക്കാൻ ഞാൻ വിടുവോ? ഞാനെന്ത് ചെയ്യും? പ്രതികരിക്കും. പ്രതികരിക്കും. ചെയ്യാത്ത കുറ്റം ചുമന്നാൽ പ്രതികരിക്കും. ഇപ്പൊ ചെയ്ത കുറ്റം പോലും ചുമന്നാലും പ്രതികരിക്കും. സാറേ എന്ത് വേണമെങ്കിലും ചെയ്തു, സ്കൂളിലെല്ലാം ചെന്നിട്ട് പറഞ്ഞു എന്റെ മോനെ എന്ത് വേണമെങ്കിലും ചെയ്തു, രണ്ടടി ഒന്ന് കൊടുത്തിട്ട് ഒരു പാടുപാട്ട് വരട്ടെ, നേരെ ചെയ്യും. വീട്ടിലോട്ട് അപ്പം കയറി വരുമ്പോഴേ ഭാര്യ പറയും ആ തിണുപ്പ് കണ്ടോ, ആ തിണുപ്പ് കണ്ടോ. ഇത് കുറെ മറ്റേ ആള് ചിലപ്പം ക്ഷമിക്കുന്ന ആളായിരിക്കും, ഇതെല്ലാം കളയുന്ന ഒരാളാണ്. സ്തോത്രം. ഇരട്ടിയായിട്ട് നീ ഭാര്യ എന്ന് പറയും ആ തിണുപ്പ് കണ്ടോ, അയ്യോ കുഞ്ഞിനെ അടിച്ചു കണ്ടോ. അവിടെ പിറ്റേന്നത് അല്ലെങ്കിൽ ഇന്നാ നീ ഫോൺ വിളിച്ച് പ്രതികരിക്കും. അധ്യാപകരുടെ പറഞ്ഞ എന്തുവാ? അടി കൊടുത്തു. പണ്ടത്തെ കാലത്ത് അടി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പറയത്തില്ല, പറയൂ. വീട്ടിലെ അമ്മമാരെ കുളിപ്പിക്കുന്നെങ്കിൽ അന്ന് കുളിപ്പിക്കും വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് കുളിക്കും. കാര്യം എന്തുവാ? ഇത് കാണല്ലേ. അന്നത്തെ അടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം പിറ്റേന്ന് ഒരു 3 ദിവസത്തേക്ക് ബെഞ്ചിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ആ അടിയുടെ വേദന അത്രയ്ക്ക് പാടാണ്. അന്നത്തെ മാതാപിതാക്കൾ അഥവാ പ്രതികരിക്കത്തുമില്ല. മാതാപിതാക്കൾ എന്തു വരുന്നു പറയുന്നേ? സാറ അടിച്ചെങ്കിൽ അതിനകത്ത് ന്യായമുണ്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ഇവന്റെ തെറ്റ്. ഇന്നത്തെ മാതാപിതാക്കൾ നേരെ തിരിച്ച എന്ത് ചെയ്യും? പ്രതികരിക്കും. സ്തോത്രം. അപ്പൊ നമ്മൾ ഓർക്കും അയ്യോ മക്കളോട് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് സ്നേഹവും കൂടുതലാണ്, അന്നത്തെ മാതാപിതാക്കൾക്ക് സ്നേഹം കുറവായിരുന്നു. അല്ലയോ? അങ്ങനല്ലേ നമ്മൾ ഓർക്കുന്നത്? സ്തോത്രം. അന്ന് ഇന്നത്തെ മാതാപിതാക്കൾ ഈ സ്നേഹമെല്ലാം ചുമ്മാതെ. നമ്മൾ പത്രം വായിച്ചു നോക്കും, മക്കളോട് അപ്പനും അമ്മയ്ക്കും എങ്ങനെ സ്നേഹം, മക്കൾക്ക് അപ്പനും അമ്മയോടും എങ്ങനെ സ്നേഹം എന്നെല്ലാം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരും. പക്ഷെ അന്നത്തെ മാതാപിതാക്കളോട് മക്കൾക്ക് ഒരു വലിയാത്ത സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. കാര്യം എന്തുവാ? അവരെ അടി കൊടുക്കേണ്ടത് അടി കൊടുത്തും, അവരെ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞു, മുതിർന്നവരെ ബഹുമാനിപ്പിച്ചും, അധ്യാപകർക്കും അധ്യാപകരുടെ സ്ഥാനം കൊടുത്തും എല്ലാ രീതിയിലുമായിരുന്നു അന്നത്തെ തലമുറ തീരെ വളർത്തിയത്. അന്നത്തെ തലമുറയ്ക്ക് മാതാപിതാക്കളോടും സമൂഹത്തോടും ഒരു വ്യക്തിഗത സ്നേഹം ഉണ്ടായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ തലമുറയ്ക്കും സമൂഹത്തോടും ഒരു സ്നേഹവും ഇല്ല. കാര്യം എന്തുവാ? ഇന്ന് എന്റെ കാര്യം നടന്നാൽ മാത്രമാണ്. ഇന്നത്തെ സ്കൂളിലെ അധ്യാപകരും അത് തന്നെ. പിള്ളേർ പഠിച്ചോ പഠിക്കാത്തതോ അല്ല, പിള്ളേർ രക്ഷപ്പെടുവോ രക്ഷപ്പെടാത്തതോ ഒന്നും അവരുടെ വിഷയമല്ല. മാസമുള്ള ശമ്പളം കിട്ടിയാൽ മതി. അന്നത്തെ മാതാപിതാക്കളും അന്നത്തെ അധ്യാപകരും അതല്ലായിരുന്നു. അധ്യാപകർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ സമയം മെനക്കെടുക്കും, അവർ പഠിപ്പിക്കും, എങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഇന്നത്തെ അധ്യാപകർ ഒരിക്കലും എന്തില്ല, പിള്ളേരോട് ഒരു സെന്റിമെന്റ്സും ഇല്ല. നമ്മുടെ പൈതലിനെ വേറൊരാള് കുറ്റം പറഞ്ഞാൽ നമ്മൾ സഹിക്കത്തില്ല. ഇതിലും ആഴമായിട്ട് ആരും സ്നേഹിക്കുന്നത്? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് അതിലും വലുതാണ്. അപ്പോൾ ദൈവം നമ്മളെ തലമുറകളെ അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ തലമുറയായ നമ്മളെ കുറ്റം വിധിക്കാൻ ദൈവം വിട്ടുകൊടുക്കൂ? പക്ഷെ ദൈവം നമ്മളിൽ നിന്നുള്ള ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്തുവാ? നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടാവണം.
ദൈവവചന പ്രകാരം ന്യായത്തിന് വേണ്ടിയാ നീ നിന്നെ അനുഭവിക്കുന്നെങ്കിൽ, പരിഹാസം അനുഭവിക്കുന്നെങ്കിൽ, കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ കർത്താവ് നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. പക്ഷേ പലതിലും നിനക്ക് ന്യായമില്ലാത്ത കാര്യത്തിനകത്ത് പോലും കർത്താവ് നിന്നെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നീ ജീവനോടിരിക്കുന്നു. അല്ലെങ്കിൽ എന്നേ നമ്മൾ ഈ ലോകത്തൊന്ന് വിട്ടുപോയത്. കാര്യം കർത്താവ് എന്നെ വിളിച്ചപ്പോൾ, എന്നെ നിങ്ങളെ വിളിച്ചപ്പോൾ ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, ഒരു ആലോചന പറഞ്ഞിട്ടുണ്ട്. അത് പൂർത്തീകരിച്ചിട്ട് ദൈവത്തിന് ഈ ലോകത്ത് നിന്നെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാര്യം അത് പൂർത്തീകരിക്കുമ്പോൾ നീ ദൈവമായിട്ട് അത്രയ്ക്ക് വലിയ ബന്ധമായിരിക്കും. ആ ദൈവമായിട്ട് അത്രകാരം ബന്ധം ഉണ്ടെങ്കിലേ അതൂത് നിന്റെ മേൽ പൂർത്തീകരിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോഴപ്രകാരം ബന്ധമുള്ള ഒരു ദൈവ പൈതലിന് ഈ ലോകത്തൊന്ന് മാറ്റപ്പെടുമ്പോൾ എവിടെ പോയിരിക്കും? ദൈവത്തോടൊപ്പം പോയിരിക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവം നമുക്ക് എല്ലാ അവസരങ്ങൾ തരുന്നത്, പല അവസരങ്ങൾ തരുന്നത് മാറാൻ വേണ്ടി. ഈ ഉപവാസ പ്രാർത്ഥന എന്നെല്ലാം പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഇരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല ഇരിക്കുന്നത്. അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഭർത്താവിന് മാറ്റം ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് വേണ്ടിയല്ല, ഭാര്യയ്ക്ക് മാറ്റം ഉണ്ടാവട്ടെ, മക്കൾക്ക് മാറ്റം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞല്ല ഉപവാസമിരിക്കേണ്ടത്. ഉപവാസമിരിക്കേണ്ടത് ഞാൻ ദൈവത്തോട് കൂടുതൽ അടുക്കുക വേണ്ടത്. അപ്പൊ ദൈവത്തോട് ഞാൻ അടുക്കുന്നുവെങ്കിൽ എന്റെ ഭർത്താവിന് മാറ്റം ദൈവം തന്നോളൂ, എന്റെ ഭാര്യയ്ക്ക് മാറ്റം ദൈവം തന്നോളൂ, എന്റെ തലമുറയ്ക്ക് മാറ്റം ദൈവം തന്നോളൂ. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനകത്തുള്ള ആവശ്യത്തിന് മേല്, അല്ലെങ്കിൽ സമാധാനം കേടുമേല്, അല്ലെങ്കിൽ രോഗത്തിന് മേല് ആരും മാറ്റം തരും? ദൈവം മാറ്റം തരും. കാര്യം എന്തുവാ? ഇതെല്ലാം മാറ്റുവാൻ കഴിവുള്ളത് ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. In the name of Jesus. Hallelujah. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുത്ത് എന്നാൽ മാത്രമേ ഇതിനകത്തല്ല എത്തിയത്തുള്ളൂ, നമുക്ക് മാറ്റം ലഭിക്കത്തുള്ളൂ. ഇന്ന് പ്രിയ ദൈവത്തില് ഒരു പ്രശ്നത്തിൽ നിന്ന് അടുത്ത പ്രശ്നത്തിലേക്ക് നീ പോകുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം, ഒരു പ്രശ്നം വരുമ്പോ നീ ആ പ്രശ്നം മാറാൻ വേണ്ടിയ ദൈവത്തോട് അടുക്കുന്നത്. ദൈവത്തോട് തന്നെ ആ പ്രശ്നം നിനക്ക് മാറ്റി തന്നു. മാറ്റി തരുമ്പോ പുതിയ വേറെ വിഷയം വരുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്. ദൈവത്തോട് നീ കൂടുതലായിട്ട് അടുക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ ദൈവത്തോട് അടുക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കണം. ദൈവം പറയുന്ന വാക്കുകൾക്കനുസരിച്ച് എന്റെ ജീവിതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കണം. അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിന്നോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കും, ദൈവത്തോടൊപ്പം നിന്നെ നിർത്തുവാൻ ആഗ്രഹിക്കും. ദൈവത്തോടൊപ്പം നീ നിൽക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന, അതിന്റെ പിന്നിൽ വരുന്നത് പ്രതികൂലം എന്തോ ആവട്ടെ, അത് ഏത് വിഷയമാവട്ടെ, അത് ഏത് രോഗമാവട്ടെ, അതിനെ നീ ദൈവം മാറ്റിക്കളയും. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം മാറ്റണം. പക്ഷെ നമ്മളല്ല എന്തു പറയുന്നത്? വീട്ടിലൊരു വിഷയം കൂടുമ്പോൾ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം വരത്തില്ലായിരുന്നു. വരുവായിരുന്നു. ഇതെത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? കുടുംബത്തിനകത്തൊരു വിഷയം വന്നു, അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ ഒരു വിഷയം, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ വന്നു, സമാധാനക്കേട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് കൂടിയപ്പോൾ സ്തോത്രം, എത്ര പേരും ചിന്തിക്കുന്നുണ്ട് എന്റെ കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനോടൊപ്പം നിന്നായിരുന്നെങ്കിൽ ഈ വിഷയം, ഒന്നാമത്തെ കാര്യം എന്റെ ജീവിതത്തിൽ വരത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ വിഷയം അഥവാ വന്നാൽ പോലും എനിക്കിതിനെ തരണം ചെയ്യാനുള്ള ശക്തി ആര് തന്നെ? എന്റെ ദൈവം തന്നെ. ആരെന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ? എന്റെ യേശു എന്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലയോ? തരണം ചെയ്യാൻ ശക്തി ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ വീണു പോകുന്നു? അല്ലയോ? തരണം ചെയ്യാൻ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ് സ്തോത്രം നമ്മൾ 10 പേരോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ലോകത്തിൽ എന്തുവാ അതിന് മറുപടി കിട്ടുന്നതിന് പുറമെ നമ്മൾ ഓടുന്നത്. സ്തോത്രം. ഒന്ന്, ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. 2, ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വന്നാലും ഞാൻ ഇതിനെ ജയിച്ചു. നമ്മളെ സഭയ്ക്കകത്ത് കൊറോണ എല്ലാം വന്നിട്ടുണ്ട്, നമുക്കറിയാം. വരാത്തവരുമുണ്ട്, വന്നവരുമുണ്ട്, അറിയാതെ വന്നു പോയവരുമുണ്ട്. സ്തോത്രം. ഇല്ലയോ? വന്ന് പോയവരുമുണ്ട്. പക്ഷെ നമ്മൾ അതിനെ ജയിച്ചില്ല. നമ്മൾ വീണുപോയി. നമ്മൾ വീണുപോയി. എത്ര പേര് നമ്മളെ മുന്നിൽ, എത്ര വാർത്ത നമ്മളെ മുന്നിൽ നമ്മൾ കണ്ടു, ഇതിനു വേണ്ടി മരിച്ചോ? അല്ലയോ? നമ്മളെ വിട്ടുകൊടുത്തോ? ഇതിനു വേണ്ടി വിടാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഇതിനു വേണ്ടി മരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി മരിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി കഷ്ടം അനുഭവിച്ചിട്ട് ദിവസങ്ങൾ, നാളുകൾ, മാസങ്ങൾ കളയാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. എന്നെ വിടുവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സാക്ഷിയായി നിർത്തുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഓർക്കണം, ആരെന്ത് എന്റെ കൂടെ ഉണ്ട്? കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. അഥവാ സംഭവിച്ചാൽ എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ ജയിച്ചിരിക്കും.
പ്രൈസ് ദി ലോർഡ്. ജാതിയായുള്ളവൻ അല്ലെങ്കിൽ ലോകപരമായി ജീവിക്കുന്നവൻ എന്ത് സംഭവിക്കുന്നു, എന്ത് പോകുന്നു, അതല്ല എന്റെ റൂട്ട്. എന്റെ റൂട്ട് എന്റെ യേശു എന്റെ ജീവിതത്തിനകത്ത് വന്നേ പിന്നെ, എന്റെ യേശു എന്റെ രക്ഷകനായി തീർന്നേ പിന്നെ, എന്റെ യേശു എന്റെ സർവശക്തനായ ദൈവമായി തീർന്നേ പിന്നെ, അത് അറിഞ്ഞേ പിന്നെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആരറിയണം? കർത്താവ് അറിയണം. കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പ്രശ്നങ്ങൾ വരുത്തൊന്നുമല്ല, ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ, പ്രശ്നങ്ങളെല്ലാം വരും. യോബിന് സന്തോഷത്തിൽ എന്നും ദൈവമായിട്ട് എല്ലാം പകല് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ദൈവമായിട്ട് യാഗം അർപ്പിച്ച് അത്രയ്ക്ക് ദൈവമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. പ്രതികൂലം വന്നില്ല. അവന്റെ വിശ്വാസത്തിന് ദൈവമായിട്ട് എത്ര ഉണ്ടെന്ന് അളക്കുവാൻ പിശാച് പ്രതികൂലം കൊണ്ടുവന്നില്ലേ, പക്ഷെ അവൻ ജയിച്ചിരിക്കും. പ്രതികൂലം നമ്മുടെ ജീവിതത്തിനകത്ത് വരും, പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിനകത്ത് വരും. ഉടനെ അയ്യോ എന്റെ കർത്താവേ എന്നെ നീ കൈവിട്ടോ എന്ന് നീ ഒരിക്കലും ചോദിക്കരുത്. ആ ചോദ്യമാ ആരാഗ്രഹിക്കുന്നത്? പിശാച് ആഗ്രഹിക്കുന്നത്. പിശാചിന് അപ്പോഴേ മനസ്സിലാവും ഇവന്റെ കൈ, ഇവന്റെ തീരുമാനത്തിന്, ഇവനെ പറ്റി എനിക്കൊരു തീരുമാനമായി. സ്വന്തം കാര്യം എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇത്രയേ ഉള്ളൂ. ഈ പ്രശ്നം വന്നപ്പോഴേ എന്തുവാ പറയുക? ദൈവത്തോട് അങ്ങോട്ട് മറുത്തു പറയുക. എന്ത് പറയുക? ദൈവം എന്നെ കൈവിട്ടത്. ഞാൻ വേറെ ഒരു ഉദാഹരണം പറയാം. സ്വന്തം എന്റെ മോൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു നല്ല സാക്ഷിയായി മറ്റുള്ളവരുടെ വേണ്ടി ഒരു നല്ല പൈതലായി തീരുവാനും ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കും. അല്ലേ? നമ്മളെ മക്കളെ കുറിച്ച് മറ്റുള്ളവർ രണ്ട് നല്ല വാക്ക് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലയോ? നമ്മൾ ഒരിക്കലും പറഞ്ഞ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല വാക്ക്, അവനെ കുറിച്ച് നല്ല ക്വാളിറ്റി പറയാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അഥവാ അവനെ പറ്റി ഒരു സ്തോത്രം ഈ ടീച്ചർമാരെല്ലാം നമ്മളെ വിളിക്കൂലോ, മാതാപിതാക്കളെ ചില ദിവസം സ്കൂളിലോട്ട് വിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് പോയ മാതാപിതാക്കളല്ല തിരിച്ചു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. മിക്കവാറും മാതാപിതാക്കളുടെ മുഖമല്ല ഇച്ചിരി കറപ്പിച്ചെല്ലാം ആവുന്നത്. എന്ത് ചോദിച്ചാലും കുറെ മണിക്കൂറത്തേക്ക് മറുപടിയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ എന്തുവാ അവിടുന്ന് ചിലപ്പോൾ കുറ്റങ്ങളെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പക്ഷെ ചില മാതാപിതാക്കൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വരുന്നതാണ്. കാര്യം എന്തുവാ? അവർ പ്രതീക്ഷകളായിട്ട് നല്ലൊരു പ്രോഗ്രസ് അതിനകത്ത് കിട്ടിയത്. അത് കേൾക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ഞങ്ങളെ സ്തോത്രം സ്കൂളില് മക്കളെ വിട്ട് സ്തോത്രം ക്രിസ്ത്യൻ കൃപയും സ്തോത്രം ഒരു സ്കൂളിൽ തന്നെ പഠിച്ച് ക്രിസ്റ്റി പഠിച്ചു കഴിഞ്ഞ +2 കഴിഞ്ഞ 10ാം ക്ലാസ് വരെ അവർ ഒരു സ്കൂളിലാണ് പഠിച്ച്. അതിന്റെ പിന്നാലെ ആര് പഠിക്കുന്നത്? കൃപ പഠിക്കും. കൃപ പഠിക്കും. അതിന്റെ പിന്നാലെ കെൽവിൻ പഠിക്കും. സ്തോത്രം. കഴിഞ്ഞ വർഷം ക്രിസ്റ്റിക്ക് സ്തോത്രം ആ സ്കൂളുകാർ സമ്മാനം കൊടുത്തപ്പോൾ അവൻ SSLC മാർക്കിന്റെ സമ്മാനം മേടിക്കാൻ ചെന്നപ്പോൾ ടീച്ചർമാർ വിളിച്ചു പറഞ്ഞു, എടാ നീ കൊള്ളാം, നിന്റെ പെങ്ങളും കൊള്ളാം, ഈ ഇളയവൻ എന്തുവാടാ ഇത്, നിന്റെ രണ്ടുപേർക്കും ഇല്ലാത്ത സ്വഭാവമെന്നല്ല പറയുന്നത്. സന്തോഷമൊന്നും അല്ല നമുക്ക്. സ്തോത്രം. എന്ത് വേണ്ടേ? നീ കൊള്ളാം, നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നീ 10ാം ക്ലാസ് വരെ ഇവിടെ ഉണ്ടായി, എന്റെ പെങ്ങളെ കുറിച്ച് നല്ല സാക്ഷ്യം, പക്ഷെ ഇളവൻ എന്തുവാണ് ഇത്, നിങ്ങൾ വീട്ടിൽ എങ്ങനെ സഹിക്കൂടെ അവനെ? സ്തോത്രം. അവനിങ്ങനെ ആ സാക്ഷ്യം കേൾക്കാനൊന്നുമല്ല നമ്മൾ ആഗ്രഹിച്ചത്, ആണോ? കൃപയോട് വിളിച്ചു വന്നു, നിന്റെ ചേട്ടൻ കൊള്ളാം, ഇവനെ എങ്ങനെയാണ് നിങ്ങൾ സഹിക്കുന്നത്? അപ്പൊ നമുക്ക് എന്തുണ്ട്? അത് കേൾക്കുമ്പോ എന്തുണ്ട്? സന്തോഷമാണുള്ളത്. ഞാൻ പിന്നെ ഇതെല്ലാം കുറെ തമാശയെല്ലാം കളയുന്നുണ്ട്. ഇത് എനിക്കിത് ആവട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ അധ്യാപകരുടെ അടുത്ത് ചെല്ലത്തുമില്ല സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. മാക്സിമം ചെല്ലത്തില്ല. പിന്നെ ഈ അധ്യാപകര് നമ്മൾ അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെന്നെ റോഡിൽ വെച്ച് കണ്ടുപിടിച്ച് നിർത്തുമ്പോഴാണ് വഹിക്കുന്നത്. ഇവിടെ മോൻ, നിന്റെ മോൻ അതാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല. എല്ലാം സുനിതയാണ് വിടുന്നത്. സുനിതയെ രക്തസാക്ഷിയായിട്ട് നമ്മൾ ഫ്രണ്ട് കിട്ടുക. PT മീറ്റിംഗ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും വിടുന്ന സുനിതയാണ്. അപ്പോഴേ ഇത് കേട്ടപ്പോഴേ ഏത് മാതാപിതാക്കൾക്കും എന്തുണ്ടില്ല, സങ്കടം ഉണ്ടാവും. ക്രിസ്റ്റി വന്നിട്ട് തോന്നുന്നു മില്യനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ മാതാപിതാക്കൾ വിഷമമാണ്. ഇതേപോലാണ് യേശു കർത്താവിന്റെ അടുത്ത് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ നമ്മളെ തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ കർത്താവുമായിട്ട് നമ്മൾ ചേർന്നു, കർത്താവുമായിട്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പൈതലിനെ കുറിച്ച് തെറ്റായുള്ള കാര്യം യേശു കർത്താവ് കേൾക്കുമ്പോൾ യേശു കർത്താവിന് നമ്മളെ കുറിച്ച് എന്തുണ്ട്?
വേദനയുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞ് നമ്മൾ അവനെ ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ കെൽവിനെ പറ്റി കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവന് സ്തോത്രം ആഹാരം കൊടുക്കാതിരുന്നിട്ടില്ല, അവന് വസ്ത്രം കൊടുക്കാതിരുന്നിട്ടില്ല. അവനെ സ്നേഹിക്കേണ്ട രീതിയിലല്ല ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പക്ഷേ എന്റെ മനസ്സിനകത്തൊരു വേദനയുണ്ട്. അവനെ കുറിച്ച് കേട്ട സാക്ഷ്യം ഞാൻ ആഗ്രഹിച്ചതുപോലല്ല. എന്ന് പറഞ്ഞ അവനെ ഒന്നിനും ഞാൻ എന്ത് വെച്ചിട്ടില്ല, കുറവുകൾ വരുത്തിയിട്ടില്ല. മറ്റുള്ള മക്കളെ കാണുന്നത് പോലെ തന്നെ അവനെ ഞാൻ കാണുന്നത്, അവനെ സ്നേഹിക്കുന്നത് ഒരു പടി കൂടുതലായിട്ടേ സ്നേഹിച്ചിട്ടുള്ളൂ, കുറച്ച് സ്നേഹിച്ചിട്ടില്ല. സ്വന്തം എങ്കിലും അവനെ കുറിച്ച് എനിക്കൊരു ദുഃഖമുണ്ട്. ഇതേപോലെ യേശു കർത്താവ് നമ്മളെ കുറിച്ച് ദുഃഖിക്കുന്നു. സ്വന്തം കാര്യം എന്തുവാ? ശത്രുവായ പിശാചാണ്. ഈ PTA മീറ്റിംഗിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ശത്രുവായ പിശാച് വന്ന യേശുവിനോട് പറഞ്ഞു, അവന് സ്തോത്രം അവൻ ഇന്ന കാര്യത്തിൽ അത് തെറ്റിയിട്ടുണ്ട്, ഇന്ന പ്രമാണം തെറ്റിച്ചേക്കുക, ഇന്ന പാപം ചെയ്യുക, അറിഞ്ഞിരിക്കും. അപ്പൊ യേശു കർത്താവിന് എന്തുണ്ടാവും എന്ന് പറഞ്ഞ യേശു കർത്താവ് മകനല്ലെന്നും മകളല്ലെന്നും പറഞ്ഞ് നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല, നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. കാര്യം എന്തുവാ? ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാറും. ഉടനെ നീ കയറി വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവന് കുറച്ച് ഉപദേശം കൊടുക്കും, ചില ഭയത്തോട് ഉപദേശം കൊടുക്കും, അല്ലെങ്കിൽ അവനെ തല്ലാൻ പിടിച്ചു നിർത്തി അവനെ ഉപദേശം കൊടുക്കും. അതേപോലെയാണ് യേശു കർത്താവ് ചിലതെല്ലാം നമ്മളോട് എന്ത് ചെയ്യും? ദേഷ്യപ്പെടാറുണ്ട്. പക്ഷേ നമ്മളെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കാതെ തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറഞ്ഞ്, നിന്റെ പെറ്റമ്മ ഉപേക്ഷിക്കാതെ നിന്നെ ഉപേക്ഷിക്കാതൊരു ദൈവം എന്ന് പറഞ്ഞാൽ, പെറ്റമ്മയ്ക്ക് ഏറ്റവും വേദന പ്രസവ വേദന. ആ പ്രസവ വേദനയ്ക്കകത്ത് പ്രസവ വേദനയ്ക്കകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ, ആ കുഞ്ഞ് പുറത്തു വരുമ്പോഴാണ് അവർക്ക് ആശ്വാസം. അവർ അത്രയും നേരം അനുഭവിച്ച വേദനകൾ ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ മുഖം ആ കുഞ്ഞിനെ കാണിച്ചിട്ട് ഇന്ന കുഞ്ഞാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിനെ എടുത്ത് കാണിക്കുമ്പോൾ അവരുടെ വേദന എല്ലാം മാറിപ്പോയി. അവരനുഭവിക്കേണ്ട വേദന അനുഭവിച്ചു. അതേപോലെ ആ പെറ്റമ്മ പോലും ആ പൈതലിനെ മറന്നാലും നിന്റെ ദൈവം നിന്നെ മറക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഒരു പെറ്റമ്മ ഒരു പൈതലിനെ സ്നേഹിക്കുന്നതിനും അപ്പുറമായി ആര് സ്നേഹിക്കുന്നത്? കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പൊ നമ്മളെ ജീവിതത്തിനകത്ത് ഒരു തെറ്റ് കണ്ടാൽ, ഒരു കുറവ് കണ്ടാൽ കർത്താവിന് വിഷമമുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് നിന്നെ സ്നേഹിക്കാതിരിക്കുന്നില്ല. സ്നേഹിക്കാതിരുന്നായിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ലായിരുന്നു? സ്നേഹിക്കത്തില്ല. കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നിലനിൽക്കത്തില്ലായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? സത്യം അറിഞ്ഞവരാ. സത്യം അറിയാത്തവരെ ദൈവം പിന്നെ ക്ഷമിക്കും. നമ്മളെല്ലാം സത്യം അറിഞ്ഞവരാ. സ്വന്തം സത്യം അറിയാത്തവരുടെ പാപം ദൈവം ക്ഷമിക്കും. സത്യം അറിയാത്തവരുടെ പാപം ദൈവം ക്ഷമിക്കും. പക്ഷെ സത്യം അറിഞ്ഞവന്റെ പാപത്തെ ദൈവം ചെയ്യത്തില്ല, ക്ഷമിക്കത്തില്ല. ദൈവത്തിന് നല്ല സാക്ഷിയാവാന്ന് വാമൊഴി കൊടുത്ത് ദൈവത്തെ ധരിച്ചവരാ, ദൈവത്തിന് വേണ്ടി ആയവരാ, ദൈവത്തിന് വേണ്ടി മാറിയതാ, ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരാ. നിന്റെ സ്വയം ചിന്തകൾ, നിന്റെ ബുദ്ധിയിൽ, നിന്റെ തീരുമാനത്തിൽ നീ തെരഞ്ഞെടുത്തത് ക്രിസ്തുവിനെ. എന്നിട്ട് നീ ആ ക്രിസ്തുവിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആര് ചോദിക്കും? അപ്പൊ കർത്താവിനോട് വിശാദം പറയാം, ആ നിന്റെ മോനതാ. കർത്താവിനോട് പറയാം, തമ്പുരാനോട് പറയാം, നിങ്ങളെ ദൈവം എന്നല്ല പറഞ്ഞത്, പക്ഷെ ഇന്ന ഭാഗത്ത് തെറ്റി. അപ്പൊ കർത്താവ് ഒരിക്കലും നമ്മളെ വെറുക്കുന്നില്ല. കർത്താവ് എന്ത് പറയും? നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിന് എന്നാലും ഒരു കാര്യമുണ്ട്, ഇവൻ മാറി വരും. അപ്പൊ ചിലത് ദൈവം നമ്മളോട് സോഫ്റ്റ് ആയിട്ട് പറയും. ചില കാര്യങ്ങളെല്ലാം നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അടി തരും. ചില കാര്യത്തിനകത്ത് കർത്താവ് എന്ത് ചെയ്യും? ചൂട് ഹാർഡാവും. നമ്മൾ ഈ തെറ്റ് ഒരു വട്ടം കേട്ടപ്പോൾ വിളിച്ചു പറയും, രണ്ടാമത് കേൾക്കുമ്പോൾ വിളിച്ചു പറയൂ. രണ്ടാമത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ചൂടായി പറയും. മൂന്നാമത് എന്ത് ചെയ്യും? ചെവിക്ക് പിടിച്ച് രണ്ട് അടിയെല്ലാം കുറിച്ച് പറയും. കാര്യം എന്തുവാ? ഇതേപോലെ ചില കഷ്ടവും പ്രതികൂലവും നമ്മളെ ജീവിതത്തിനകത്ത് വരുന്നത് ആരെ തിരിച്ചറിയാനാ? ദൈവത്തെ തിരിച്ചറിയുക. നമ്മൾ അവരെ വിളിച്ചിട്ട് കൊണ്ട് ഇന്ന ടീച്ചർ പറഞ്ഞു എനിക്കൊരു പേരുണ്ട്, അത് നശിപ്പിക്കുമോ എന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് രണ്ട് അടിയെല്ലാം അടിക്കുമ്പോഴെന്തുവാ അവന്റെ ഉള്ളത്തിനകത്ത് മനസ്സിലാവും, സ്തോത്രം, ഇനിയും വല്ല കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വിടത്തില്ല, ഇതിലും വലിയ ശിക്ഷയായിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്. ഇതേപോലെയാണ് പ്രിയ ദൈവമക്കളെ ചില പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും ദൈവം തരുന്നത്. കാര്യം എന്തുവാ? അത് വരുമ്പോഴെങ്കിലും നീ മനസ്സിലാക്ക്, നിന്റെ ദൈവം എത്ര വലുതാണ്, നിന്നെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ പ്രശ്നങ്ങൾ വന്ന മറ്റൊരുവന്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റൊരുവൻ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയിട്ട് പോലും ഞാൻ മാറ്റപ്പെടാതെ നിൽക്കുന്നതിന്റെ കാര്യം ഞാൻ ക്രിസ്തുവിന് പ്രാധാന്യപ്പെട്ടവരായത്. അതുകൊണ്ട് ഞാൻ പറയാം, ചിലവർ നിങ്ങളെ നിന്ദിച്ചാൽ, പരിഹസിച്ചാൽ, അപമാനിച്ചാൽ, നിങ്ങളെ സ്തോത്രം അപമാനമായിട്ട് കണ്ടാൽ നിങ്ങൾ കരയേണ്ടത് അങ്ങനല്ല. ഞാൻ യേശുവിന്റെ പൈതലാണ്. എനിക്ക് എന്റെ സ്വന്തക്കാര് കാണത്തില്ല,
എന്റെ വീട്ടുകാർ കാണത്തില്ല, എന്റെ ഉറ്റവര് കാണത്തില്ല, എന്റെ ഉടയവര് കാണത്തില്ല, ചിലപ്പോൾ സ്വന്തം എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞ പലരും കാണത്തില്ല, ചിലപ്പോൾ എന്റെ ചർച്ച കാണത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവനാ. അതുകൊണ്ട് ഇന്നും ദൈവം എന്ന് പറയുവാനും അല്ലെങ്കിൽ കാലകാലത്തിൽ പാപം ചെയ്യുമ്പോൾ ചില കുറ്റബോധം എന്റെ ഉള്ളത്തിനകത്ത് വരുവാനും അത് ഏറ്റു പറയുവാനല്ല കഴിയുന്നതിന്റെ കാര്യം എന്തുവാ? എന്റെ ദൈവം ഇപ്പോഴും എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആഴമായി സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം ഒരുപാടായി കഴിഞ്ഞാൽ നമ്മള് സ്വതന്ത്രം ഒരു ഉദാഹരണം പറഞ്ഞാല് സ്വതന്ത്രം നമ്മളെ കുഞ്ഞാണ്, എല്ലാം ശരിയാണ്, വളർന്ന് വലുതായി സ്തോത്രം വലുതാക്കി വരെ നമ്മൾ വളർത്തി, എന്നിട്ടും ശരിയാവുന്നില്ലെന്ന് കണ്ടാണ് ലോകത്തിനും അല്ലെങ്കിൽ എവിടെയും സ്തോത്രം വിഷയക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ മാതാപിതാക്കൾ എന്നുള്ള പേരിൽ ആദ്യം പോയി എന്ത് ചെയ്യും? നല്ല മാതാപിതാക്കളെ കാര്യം ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യും? ജാമ്യത്തിലെല്ലാം ഇറക്കി പിന്നെ അവന് പറഞ്ഞു കൊടുക്കും. അത് 2 വട്ടമായി 3 വട്ടമായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യത്തില്ല? ഒരുമായിപ്പെട്ട നല്ലോണം ദൈവത്തെ ജീവിക്കുന്ന മാതാപിതാക്കൾ എന്ത് ചെയ്യത്തില്ല? തിരിഞ്ഞു നോക്കത്തില്ല. പിന്നെ മാതാപിതാക്കളെ പുറകെ നടക്കൂ, അവൻ നടക്കുന്ന വിഷയത്തിനകത്ത് നടക്കൂ. ഇന്ന് പ്രിയ മക്കളെ, ഇതേപോലെ കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇന്ന് കൃപായുഗത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ട് പല തെറ്റുകളും കുറ്റങ്ങളും ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത്. പക്ഷേ കാൽവരി ക്രൂശിൽ അമികാലം മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അമികാല സ്വന്തം ആകാശത്ത് കാഹളനാദം കേൾക്കുമ്പോൾ നമ്മളെ ചേർത്തുകൊള്ളാൻ വരുമ്പോൾ പാപം തന്നെ, തെറ്റ് തന്നെ. അതിനകത്ത് നിൽക്കുന്നവനെ ആർക്ക് ചേർക്കാൻ പറ്റത്തില്ല? കർത്താവിന്റെ സനി ചേർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വേർവിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളെ മാത്രമേ ആര് ചേർക്കത്തുള്ളൂ? ദൈവം ചേർക്കത്തുള്ളൂ. അത് 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 2 പേരായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. 2 പേരായിരിക്കും കർത്താവിന് വേണ്ടി ജീവിച്ചവർ. ആ 2 പേരെ മാത്രമേ ആര് തെരഞ്ഞെടുക്കത്തുള്ളൂ? കർത്താവ് തെരഞ്ഞെടുക്കത്തുള്ളൂ. ഈ 98 പേരെ കർത്താവ് ഉപേക്ഷിച്ച് കളയും. ഇന്ന് പ്രിയ മക്കളെ, 98 പേര് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലല്ല എന്റെ നിങ്ങളെ പേരിരിക്കേണ്ടത്. ഈ 2 പേരുടെ പേരില്ല എന്റെ നിങ്ങളെ പേരിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ സ്വർഗത്തിന്റെ മഹത്വം എനിക്ക് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനം പറയും, ഏക കർത്താവ് നമുക്ക് ഏക കർത്താവ് ഏക കർത്താവായി എന്റെ കൂടെ ഉള്ളതെങ്കിൽ, ആ ഏക കർത്താവിനെ ഞാൻ സേവിക്കുന്നെങ്കിൽ, ആ ഏക കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുന്നെങ്കിൽ, ആ ഏക കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ, ആ ഏക കർത്താവിനോടൊപ്പമാണ് ഞാൻ പോകുന്നെങ്കിൽ എനിക്ക് പ്രതികൂലം വരുമ്പോൾ ഞാൻ ചെയ്യത്തില്ല, ഭയപ്പെടത്തില്ല. അപ്പൊ നമ്മൾ പലതിനെയും ഭയപ്പെടുന്നു. അതിന്റെ കാര്യം എന്തുവാ? പലപ്പോഴും നമുക്ക് ഏക കർത്താവായി ആരെ കാണുന്നില്ല? യേശുക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രതികൂലം വരുന്നത്, പ്രയാസം വരുന്നത്. കാര്യം എന്തുവാ? നിന്റെ ട്രാക്ക് മാറാൻ തുടങ്ങി. നീ യേശുക്രിസ്തുവിന്റെ ട്രാക്കിലാണ് നടന്നെങ്കിൽ ഏത് പ്രതികൂലത്തെ നീ എന്ത് ചെയ്യുന്നതിന് ജയിച്ച് നീ ഭയപ്പെടത്തില്ല. എന്തൊക്കെ നിന്ന വന്നാലും, പരിഹാസം വന്നാലും, കഷ്ടം വന്നാലും ഞാൻ ഇതിനകത്തൊന്നും ഭയപ്പെടത്തില്ല. ഇതിനകത്തൊന്നും എനിക്കൊരു വിഷയമേ അല്ല. കാര്യം എന്തുവാ? എന്റെ യേശുവിന്റെ കൂടെ ഉണ്ട്. പക്ഷേ നീ പലതിനകത്ത് ഭയപ്പെടുന്നതിന്റെ കാര്യം നീ എന്ത് ചെയ്യുന്നില്ല? ഏക കർത്താവായിട്ട് പോകുന്നില്ല. കർത്താവ് പറയുക, മുഖ്യ കൽപ്പനയാ പറയുന്നത്, നിന്റെ ദൈവത്തെ നീ എന്ത് ചെയ്യണം? ഏക കർത്താവായി കാണുക, ഏക കർത്താവായി നീ ആരാധിക്കുക, ഏക കർത്താവായി നീ കാണുക, ദൈവത്തെ ആരാധിക്കുക. എങ്കിൽ നിനക്ക് പ്രതികൂലത്തെ എന്ത് ചെയ്യാൻ പറ്റും? ജയിക്കുവാൻ കഴിയും. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. കണ്ട് നിന്റെ കർത്താവിനെ നീ ഏക കർത്താവായി കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണ ഹൃദയത്തോടെ. സ്തോത്രം. അതിനകത്ത് വേറെ ഒന്നുമില്ല. നീ ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഇടയിൽ വേറെ ഒന്നുമില്ല. ഒരു ലോകത്തിന്റെ പാപമില്ല, ലോകത്തിന്റെ ചിന്തയില്ല. അവിടെ ദൈവം മാത്രമേ ഉള്ളൂ. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവിനെ എന്ത് ചെയ്യാം? പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ ആർക്ക് കഴിയും? നമുക്ക് കഴിയും. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ദൈവം എന്ത് ചെയ്യത്തില്ല? കൈവിടത്തില്ല. അവനെ തോൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവന് പരാജയം ദൈവം കൊടുക്കത്തില്ല. അവനെന്ത് ചെയ്യും? വിജയം കൊടുക്കും. അപ്പൊ നമ്മളെ മകനാണെന്ന് പറഞ്ഞ് നമുക്കൊരു കുഞ്ഞിനെ തരുമ്പോ ആ കുഞ്ഞിനെ ഓരോ ഘട്ടത്തിലനുസരിച്ച് ആ കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആരാ? നമ്മളും. അവന് തിരിച്ചറിവിന്റെ കാലം വന്നാലും അവനെ നിയന്ത്രിക്കുന്നതും അവന് വേണ്ടതെല്ലാം അവൻ ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ അവന് നടത്തി കൊടുക്കണം എന്നെല്ലാം തീരുമാനിച്ച് നടത്തി കൊടുക്കുന്ന ആരാ? നമ്മളാ. ഇപ്പൊ ചിന്നുവിന്റെ കുഞ്ഞ് തന്നെയുണ്ട്. ആ കുഞ്ഞ് തുണിക്കടക്ക് എന്നിട്ട് പറയും, എനിക്ക് ഈ ഷർട്ട് വേണമെന്ന് പറയും.
2 ജോഡി ഡ്രസ്സേ ഉള്ളൂ. ആ കുഞ്ഞിന് 2 ജോഡി ഡ്രസ്സേ ഉള്ളൂ. സ്തോത്രം. ഒരു ജോഡിയല്ല പതിലായപ്പോഴേ നമ്മളെ ഉള്ളത്തിനകത്ത് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് 2 ജോഡിയൊന്നും അല്ല. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് ഏത് ഇടണമെന്ന് അറിയാത്ത രീതിയിലേക്ക് മേടിച്ചു കൊടുക്കും. എങ്കിലും ഞാൻ പറയുക 2 ജോഡിയേ ഉള്ളൂ. ആ ഒരു ഷർട്ട് കീറിയെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് ബസ്സിൽ കയറുമ്പോൾ ആ കുഞ്ഞു പറയൂ, എന്റെ ഷർട്ട് കീറിയതാണ് പറയൂ. അതാ വേദനിക്കുന്ന ആർക്കാ? മാതാപിതാക്കൾക്കാ വേദനിക്കുന്നത്. സ്തോത്രം. അയ്യോ അവന്റെ ഷർട്ട് കീറിയോ, അയ്യോ അവനെന്നാ 2 ജോഡികൾ എടുത്തു കൊടുക്കാം. ഇതേപോലെ കർത്താവായ യേശു ഇപ്പൊ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നല്ലതേതെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. അല്ലെങ്കിൽ ചീത്ത ഏതെന്ന് അറിയത്തില്ല. അപ്പൊ ദൈവം നമ്മളെ അപ്രകാരം സ്നേഹിക്കുക. എന്തുവാ? ഇപ്പൊ ഈ ഒരു നല്ല ഷർട്ട് മേടിച്ചു കൊടുത്തു, അല്ലെ ആ കുഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഷർട്ട് വലിച്ച കീറിയെന്ന് പറഞ്ഞു, നമ്മൾ അവനോട് ദേഷ്യപ്പെടും. ആദ്യം നമ്മൾ ദേഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവന് വേറെ ഷർട്ട് മേടിച്ചു കൊടുക്കാതിരിക്കും. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ അവന്റെ കാര്യം തീരുമാനിക്കേണ്ട ആരാ? അവനവനാ. നല്ലത് ഏത് വേണം, ചീത്ത ഏതാണെന്ന് തിരിച്ചറിയുന്നത്. ആ പ്രായമാ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കറിയാം ഏത് ശരിയാണ് ഏത് തെറ്റാണ്. അറിയാം. ഇത് അറിഞ്ഞിട്ടും തെറ്റിലേക്ക് പോയാൽ ദൈവം നമ്മളെ കൈവിടുവോ? ഒരു പ്രായം വരെ കർത്താവ് നമ്മളോട് ക്ഷമിക്കും, കുറവുകൾ ക്ഷമിക്കും. അതുപോലെ ഒരു പ്രായം വരെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നമ്മൾ ഒരു ഭാഗം വരെ അവരുടെ എല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും അവർക്കുള്ള കാര്യങ്ങളെല്ലാം കയറി. ഒരു പ്രായം കഴിഞ്ഞ് അവരുടേതായിട്ടുള്ള ജോലി ചെയ്ത് അവരങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ കാര്യത്തിൽ നിൽക്കുന്നില്ല. പിന്നെ അവരുടെ കാര്യം ചെയ്യേണ്ടത് അല്ലയോ? നല്ലതേതാ? ജോലിക്ക് പോകുന്ന മോൻ സ്തോത്രം വന്ന് ഇവിടെ ഇച്ചിരി സ്തോത്രം കീറിയ ഷർട്ടുമായിട്ട് വന്നിരുന്ന സ്തോത്രം നമ്മൾ പറയും, എന്തുകൊണ്ട് കീറിയ ഷർട്ട് ഇട്ടേക്കുന്നത്? അത് കുഴപ്പമില്ല. അത് തീരുമാനിക്കേണ്ട ആരാ? അത് വേണോ വേറെ ഇടണോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? ആ പൈസ കാര്യം അവൻ ജോലിക്ക് പോകാൻ പ്രാപ്തിയായി, അവന്റെ കാര്യം നോക്കാൻ പ്രാപ്തിയായി. കീറിയതുണ്ടെങ്കിൽ അവനാണ് നാണക്കെടുന്നത്, അല്ല നമ്മളല്ല നാണക്കെടുന്നത്. ആണോ? പൈസയോ? പക്ഷേ അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കീറിയാൽ നമ്മൾ പറയും ആ ഷർട്ട് മാറിയിട്ട് വേറെ ഇട്ടുകൊണ്ട് പോകാൻ. അത് പറയേണ്ട ചുമതല നമുക്കുള്ളത്. പൈസയോ? ഇതേപോലാണ് കർത്താവിന്റെ വരവിനകത്ത് കർത്താവ് നോക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ലിസ്റ്റിനകത്ത് ഇല്ല എങ്കിൽ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നില്ല? ചേർക്കത്തില്ല. അതുവരെ ദൈവം ചെയ്യും. പല അവസരം നമുക്ക് തരും മാറാൻ. അതാണ് കൃപായുഗത്തിൽ അല്പം നിൽക്കുന്നത്. ഈ കൃപായുഗത്തിനകത്ത് പലതിലും തെറ്റുകൾ ഉണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം, വീഴ്ചകൾ ഉണ്ടാവാം. ഇതെല്ലാം കർത്താവിന്റെ സ്ഥലം നീ നിന്റെ തെറ്റിനെ മനസ്സിലാക്കി പൂർണ്ണമായി ഏറ്റുപറയുന്നെങ്കിൽ കർത്താവ് പലപ്പോഴും നിന്റെ തെറ്റുകളെ ക്ഷമിക്കാം. പക്ഷെ ക്ഷമിക്കപ്പെടാത്ത ചില തെറ്റുകൾ ഇതിനകത്തുണ്ട്. അതിനെ ദൈവം ക്ഷമിക്കത്തില്ല. പക്ഷെ ക്ഷമിക്കപ്പെടുന്ന ചില തെറ്റുകളിനകത്താണെങ്കിൽ ദൈവം നീ ക്ഷമിക്കും, പക്ഷെ നിന്നെ ചേർത്ത് പോലും. പക്ഷേ എന്നിട്ടും നീ അതിനെ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിപ്പാൻ. ഇപ്പം എനിക്കൊരു 85 വയസ്സായി. 85 വയസ്സിന്റെ ശാരീരികമായുള്ള പല പ്രയാസങ്ങളും പ്രതികൂലവും എന്റെ ജീവിതത്തിനകത്തുണ്ടാവും. ഞാൻ എത്ര ദൈവത്തെ ആരാധിച്ചാലും, എത്ര ദൈവത്തെ സ്തുതിച്ചാലും, എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും എന്റെ ശരീരത്തിനകത്ത് എന്തുണ്ടാവും? 85 വയസ്സിൽ പ്രൈസലോ എന്റെ കൊച്ചുമോൻ ഓടുന്നത് പോലെ എനിക്ക് ഓടി നടക്കാൻ പറ്റൂ? പറ്റൂ? ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരു കനാലിൽ കുളിക്കാൻ പോയിട്ട് കനാലിന് മേലെ കയറിയിട്ട് ചാടി എഴുന്നേക്കാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പഴയ പോലെ ഒന്നും കയറി വരുന്നില്ല ശരീരം. നമ്മൾ പറയുന്ന രീതിയൊന്നും വരുന്നില്ല. അവിടുന്ന് ഒരു ബക്കറ്റിൽ പിടിച്ചില്ല. ഞാൻ അവിടുത്തെ ബക്കറ്റിലൊക്കെ കുട്ടിപ്പോയത് പ്രീസിലൊന്ന് എഴുന്നേക്കാൻ നോക്കി. പക്ഷേ സ്തോത്രം എന്റെ മോനെ വിളിച്ചിട്ട് ക്രിസ്റ്റിയെ വിളിച്ച് +2 പഠിക്കുന്നവന്റെ അടുത്ത് പറയുക, അവനെ ആരും പിടിക്കുകയും വേണ്ട, ഒന്നും വേണ്ട, അവൻ ചാടി എഴുന്നിട്ട് പോകും. കാര്യം അവന്റെ ശരീരം പോലല്ല എന്റെ ശരീരം. എന്റെ ശരീരം പ്രായത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അപ്പോഴും ഞാൻ പറയുക, എനിക്കും ആ കൊച്ചുമക്കളെ പോലെ ഇപ്പൊ ഓടണമെന്ന് പറഞ്ഞ് നടക്കൂ. ദൈവത്തോട് പറയുക. എന്നിട്ട് പറയുക, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. 80 വയസ്സാവട്ടെ, 85 വയസ്സാവട്ടെ, നിന്നെ ദൈവം നടത്തുന്നുണ്ടോ? നിനക്ക് തലമുറ കാണാൻ ഭാഗ്യം കിട്ടിയോ? തലമുറയുടെ തലമുറ കാണാൻ ഭാഗ്യം കിട്ടിയോ?
അവരുടെ തലമുറ കാണാനും അവരുടെ നന്മകളും അനുഗ്രഹങ്ങളും കാണുവാനും നിനക്ക് ഭാഗ്യം ലഭിച്ചോ? അതിനപ്പുറത്തു പോകും. ആ തലമുറകൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ തലമുറകൾ നിന്നെ പരിപാലിക്കുന്നുണ്ടോ? നിന്റെ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ടോ? നിനക്ക് ആഹാരം തരുന്നുണ്ടോ? നിനക്ക് വസ്ത്രം തരുന്നുണ്ടോ? നിനക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നുണ്ടോ? നിനക്ക് ആരും സഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റുന്നുണ്ടോ? വരാൻ പറ്റുന്നുണ്ടോ? അതിനപ്പുറത്ത് വലിയ ഭാഗ്യം വേണോ? വേണോ? നിന്റെ മരുമകള് നിനക്ക് ആഹാരം കൊണ്ട് തരുന്നുണ്ടോ? സമയത്ത് നിനക്ക് വേണ്ട കാര്യങ്ങൾ മരുന്ന് തരുന്നുണ്ടോ? ആഹാരം തരുന്നുണ്ടോ? നിന്നെ പരിപാലിക്കുന്നുണ്ടോ? ഇതിനപ്പുറത്ത് വേറെ വേണോ? നീ കൊടുക്കുന്ന മരുമോള് കൊണ്ടുവരുന്ന ആഹാരത്തിനകത്ത് നല്ല ആഹാരം അവര് കഴിക്കുന്ന അതേ ആഹാരം നിനക്ക് കൊണ്ട് തന്നാലും അതിന് നീ കുറ്റം പറഞ്ഞിട്ട് പോലും നിനക്ക് വീണ്ടും കൊണ്ട് തരുന്നില്ലയോ? അതിനപ്പുറത്ത് വേറെ വല്ലതും വേണം? എത്രയോ കുടുംബത്തിനകത്ത് നോക്കുന്നു പോലുമില്ല. ആ സമയത്ത് നിന്നെ കരുതുന്നതിന്റെ കാര്യം എന്തുവാ? നീ വിളിക്കേണ്ട സമയത്ത് ദൈവത്തെ വിളിച്ചതുകൊണ്ട് നിന്റെ തലമുറ നിനക്ക് എന്ത് ചെയ്യുന്നത്? ഒലിവ് തൈ പോലെ നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് നീ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായി നിന്നെ പരിപാലിക്കുന്നു. അതിനപ്പുറത്തായി വേറെ നന്മ വേണം. അല്ല, എനിക്ക് ഇപ്പോഴും പോയി അടുക്കളയിൽ പോയി ചെന്നൊന്നും കഴിക്കണം, ഇപ്പോഴും ഞാൻ ചെന്നാലേ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന സ്വഭാവം പിടിവാശിയാണ്. അത് നടക്കൂ? അവസാനം വരെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോവുക. അല്ലാതെ ദൈവമേ എന്നെ എന്തിനെങ്ങനെ ഇട്ടേക്കുന്നത്, എന്തിനെ എങ്ങനെ ഇട്ട് നീട്ടുന്നത്? നീട്ടുന്നതിന്റെ കാര്യം നിനക്ക് ഏറ്റുപറയാൻ സമയമുണ്ട്. ഏറ്റുപറ. നിന്നെ തന്നെ നിന്റെ കുറവിനെ ഏറ്റുപറ. നിന്റെ പ്രായത്തിൽ ഇതുവരെ ദൈവം നിന്നെ പരിപാലിച്ചതിനെ ഏറ്റുപറ. എന്തെങ്കിലും കുറവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റുപറ. ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് വീഴ്ച വന്നെങ്കിൽ ഏറ്റുപറ. ദൈവം നിന്നെ കൊണ്ടുപോകാൻ സമയമാകുമ്പോൾ ദൈവം കൊണ്ടുപോകും. ചിലതെല്ലാം ദൈവം പ്രായമുള്ളവർക്കെല്ലാം ചിലവർക്കെല്ലാം ചില രോഗങ്ങളായാലും ചില പ്രയാസങ്ങളെല്ലാം വന്ന് ഇട്ടേക്കുമ്പോൾ ഓർത്തോണം, ചിലതെല്ലാം ഒന്ന് ഏറ്റുപറയാനാണ് ഫ്രഷായി. ഞാൻ എന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എത്ര പ്രായമായാൽ പോലും സ്തോത്രം മറ്റുള്ളവരുടെ സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലേ? അല്ലേ? അതല്ലേ ഏറ്റവും വലിയത്? നമ്മളെ മരുമോള് നോക്കിയാൽ, അല്ലെങ്കിൽ മോൻ നോക്കിയാൽ, ഭാര്യ നോക്കിയാൽ, ഭർത്താവ് നോക്കിയാൽ, ഇവരെല്ലാം എന്ത് ചെയ്യും? കണക്ക് പറയും. ചിലവരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കെല്ലാം ചിരി വന്നിട്ടുണ്ട്. മരിക്കുന്ന മുമ്പേ 2 ഏത്തക്കപ്പഴവും സ്തോത്രം ഹാലലിയ 2 മുട്ടയും പാലെല്ലാം കുടിച്ചിട്ടാ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അതെല്ലാം കൊടുത്തിട്ടാ പാവപ്പെട്ട ഞാൻ ഈ അതൊന്നും കഴിക്കാതെ പോയാൽ എന്തുതല്ലായിരുന്നു. ഇപ്പം ഇനി എന്ന് കണ്ടാലും ഇത് തന്നെ അവര് പറയുന്നത്. എന്തിനാ നിങ്ങളിതെല്ലാം വിളിച്ചു പറയുന്നേ? ആഹാരം കൊടുത്ത് എന്തിനാ വിളിച്ചു പറയുന്നത്? അവസാന സമയത്ത് ആഹാരം കൊടുത്തിട്ട് എന്തിനാ വിളിച്ചു പറയുന്നത്? അതിനകത്ത് എന്തോ സുഖം കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. കേൾക്കുന്നവർക്ക് സുഖം തോന്നുന്നതാണോ? നമുക്ക് ആശ്വസിക്കാം. അവസാനം വരെ എനിക്ക് നോക്കാൻ പറ്റും, അവസാനം വരെ എനിക്ക് കൊടുക്കാൻ പറ്റും. ഇത് നാട്ടുകാരോട് പറയുമ്പോൾ നിന്റെ പ്രതിഫലം അവിടെ തീർന്നു. നിനക്ക് തന്നെ ആശ്വസിച്ച് പ്രാർത്ഥിക്കാം, സന്തോഷിക്കാം. കാര്യം എന്തോ? അതിന്റെ പ്രതിഫലം ദൈവം നിനക്ക് തരും. നിന്നെ ആര് കരുതും? ദൈവം കരുതും. സ്തോത്രം. പലരും ഇത് കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഇരുന്ന് സ്തോത്രം, ഞാൻ എപ്പോഴും ഇരുന്ന് ചിരിക്കത്തുള്ളൂ, ഞാൻ മനസ്സിൽ നിന്ന് ചിരിക്കത്തുള്ളൂ. ഇവരെന്തു ഈ പറയുന്നത്? ആർക്കാ കൊടുത്തേ? സ്വന്തം ഭർത്താവിനാ കൊടുത്തേ? അല്ലെ ആർക്കാ കൊടുത്തേ? സ്വന്തം ഭാര്യയ്ക്കാ കൊടുത്തേ? അല്ലെ ആർക്കാ കൊടുത്തേ? സ്വന്തം അപ്പനാ കൊടുത്തേ? അല്ലെങ്കിൽ ആർക്കാ കൊടുത്തേ? സ്വന്തം അമ്മയ്ക്കാ കൊടുത്തേ? അതൊരു ഭാഗ്യമായിട്ട് കാണുക. അത് വിളിച്ചു പറയാനുള്ളതല്ല. നമ്മൾ മക്കൾക്ക് ചെയ്തത് വിളിച്ചു പറയാനുള്ളതാണ്. സ്തോത്രം. അവര് നമുക്ക് ചെയ്തത് വിളിച്ചു പറയാനുള്ളതല്ല. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ്. കാര്യം സ്തോത്രം, ദൈവത്തോട് നമ്മൾ യഥാർത്ഥമായി പ്രാർത്ഥിച്ചു പോയാൽ വാർദ്ധക്യ സമയത്ത് ദൈവം നമ്മളെ കൂടെ, ദൈവം നമ്മളെ കരുതും. അവിടെ നീ പരാതിയാ, നീ വെളിച്ചനാൾ മുതൽ പരാതിയാ, ഇത്രയും വയസ്സായിട്ടും പരാതിയാ. എന്തിനാ എന്നെ ഇട്ടേക്കുന്നത്?
എന്നെ ഇട്ടേക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്റെ തലമുറയിൽ കിടക്കുന്നൊരു വാഗ്ദത്തം നിവൃത്തിയാവാനുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആയുസ് തന്നിരിക്കുന്നത്. ഓരോ ദിവസവും നീ പ്രാർത്ഥിക്കേണ്ടത് അതാ. അമികളിൽ 85 വയസ്സ് വരെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ തലമുറയ്ക്ക് ഇനിയും ചില നന്മകളുണ്ട്, അതുകൊണ്ട് കാണിക്കാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് നിർത്തിയിരിക്കുന്നത്. അതുപോലെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം പൂർത്തിയായിക്കൊണ്ടിരിക്കുക, അത് കാണുവാൻ വേണ്ടി എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്. അല്ലാതെ എന്നെ ഇങ്ങനെ അനുഭവിക്കാനല്ല ദൈവം നിർത്തിയിട്ടേക്കുന്നത്. ഈ അനുഭവം എനിക്കൊരു വിഷയമല്ല. ആവുന്ന കാലത്ത് ദൈവം എന്നെ നടത്തിയതാ. ആവുന്ന കാലത്ത് ഞാൻ പോകേണ്ടത് പോയതാ, വരേണ്ടത് വന്നതാ, ചെയ്യേണ്ടത് ചെയ്തതാ. ഇന്ന് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഇതാണ് പ്രായമുള്ളവർ പ്രാർത്ഥിക്കുന്നത്. നേരത്തെ ഗീതാന്റി പറഞ്ഞപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഗീതാന്റിയുടെ മൂത്ത മകൻ പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റു മക്കളെല്ലാം പറഞ്ഞു, എന്തിനാ ഈ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? എന്തിനാണ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ചോദിച്ചു ഒറ്റ ചോദ്യമേ ഉള്ളൂ. സ്തോത്രം. ഇപ്പൊ രോഗമില്ലാതെ, അസുഖമില്ലാതെ, അമികാല സ്തോത്രം, അവർക്ക് എന്തോ സന്തോഷം കിട്ടുന്നത്, ആ മാതാവിന് എന്തോ സന്തോഷം കിട്ടും, അത് കിട്ടട്ടെ. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അതിനകത്ത് ഇടപെടൽ. അതാണ് വേണ്ടത്. അവർക്ക് അതിലെ സന്തോഷം കിട്ടുന്നെങ്കിൽ സ്തോത്രം സ്തോത്രം, അവർക്ക് അത് ആ പോകുന്നോണ്ടാ വിടുതൽ കിട്ടുന്നെങ്കിൽ അത് ഗീതാന്റിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു രോഗവുമില്ല, പ്രയാസമില്ല, അഥവാ പ്രതികൂലം വന്നാൽ പോലും പ്രാർത്ഥിക്കും, അത് മാറുന്നു. ദൈവം എനിക്ക് ആരോഗ്യം തരുന്നു. എന്റെ കൂടെ എന്റെ പ്രായമുള്ള പലരും അമികാല സ്തോത്രം പല വേദനയിൽ വേദനപ്പെട്ട് കിടക്കുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ മോൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അത് ആ അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്നെങ്കിൽ അത് പോട്ട്, അതിനെയൊന്നും തടയരുത്. അത് അമ്മയുടെ ഇഷ്ടമാണ്. തെറ്റായ കാര്യത്തിനല്ലല്ലോ പോകുന്നത്, ദൈവത്തെ വിളിക്കാനല്ലേ പോകുന്നത്, ദൈവത്തെ ആരാധിക്കാനല്ലേ പോകുന്നത്. എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു സ്തോത്രം നല്ല പ്രായത്തിലാണ് അമികാലയിലെ സ്തോത്രം നല്ല പ്രായത്തിലാണ് ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, മക്കളെ നോക്കി, മക്കളെ കാര്യങ്ങൾ നടത്തി. സ്തോത്രം. അവിടെ സാർത്ഥതയ്ക്കല്ല പ്രാധാന്യം കൊടുത്തത്, അവർ കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തത്. സ്തോത്രം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിന് പ്രാധാന്യം കൊടുത്തു, മക്കൾക്ക് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്ത് അനുഗ്രഹിച്ചു. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അനുഗ്രഹം ഇന്നല്ല കിടക്കുന്നത്, അതിന്റെ അനുഗ്രഹം തലമുറയിൽ കിടപ്പുണ്ട്. അത് തലമുറ ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് ആ തലമുറയ്ക്ക് ഇരട്ടിയത് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥനയൊന്നും വെറുതെ പോത്തില്ല, തലമുറ കിടപ്പുണ്ട്. ആ തലമുറയ്ക്ക് അനുഗ്രഹം പ്രാപിക്കും. എന്നാൽ ക്രിസ്തുവിനെ അവർക്ക് അറിയാനുള്ള അവസരം ദൈവം കൊടുക്കും. അല്ലെ കൊച്ചുമക്കൾക്ക് അധികം കൊടുക്കുന്നത് അവരായിരിക്കും ഇതിന്റെ അനുഭവങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത്. അന്നായിരിക്കും അവർ സാക്ഷ്യം പറയും, ഞങ്ങൾ വല്യമ്മയും ഇതേപോലെ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇന്ന് ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചത്. അന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ഈ ദേശത്ത് പലരും പറയുന്നത് ഞങ്ങൾ കേട്ടു. ആ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് അനുഗ്രഹം. അപ്പോഴാണ് നമ്മളെ സാക്ഷിയോട് വെളിപ്പെടുന്നത്. അത് ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ കാണത്തില്ല, പക്ഷെ അത് അവിടെ കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവ് മരിച്ചാലും നീ ജീവിക്കും. ഒരു ഉദാഹരണം അതാ കർത്താവ് പറയുന്നു, നിന്റെ സാക്ഷ്യം എന്നും നിലനിൽക്കും. ദൈവവൈതലിന്റെ സാക്ഷ്യം എന്നും നിലനിൽക്കും. അവൻ മരിച്ചാൽ നീ വീണ്ടും ജീവിക്കും. എവിടാ? ക്രിസ്തുവിനോടൊപ്പം. അവിടെ നിന്ന് ഈ സന്തോഷം നീ കേൾക്കും, കാണുവാൻ കഴിയും. അതുകൊണ്ട് ലാസർ അബ്രഹാമിന്റെ മടിയിൽ കിടക്കുന്നു. യാവനെ അനുഭവിക്കുന്ന ധനവാൻ എവിടെ കിടക്കുന്നു? നരകത്തിനകത്ത് കിടക്കുന്നു. കാണാൻ പറ്റി, പക്ഷെ ഒരു ബന്ധം അവിടെ കൂട്ടാൻ പറ്റത്തില്ല. അവിടെ നിന്നുകൊണ്ട് ബ്ലസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സ്തോത്രം സ്തോത്രം. അടക്കിയിട്ട് സ്തോത്രം. കാക്കയെ വിളിച്ച് ആഹാരം കൊടുത്തെന്ന് പറഞ്ഞ് അനുഗ്രഹമൊന്നും കിട്ടത്തില്ല. അവര് വന്ന് കഴിക്കത്തൊന്നുമില്ല. അപ്പൊ നിന്റെ അപ്പനും അമ്മയും കാക്കയായി പോയോ? കിട്ടത്തില്ല. കല്ലറ പോയി പെരുന്നാൾ അവൻ ഓർമ്മ ദിവസം പ്രാർത്ഥിച്ചിട്ട് അമിക പുണ്യാല എന്നോടൊപ്പം ഇരുന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നൊന്നുമില്ല. സ്തോത്രം. നിന്റെ തലമുറയുടെ നന്മകളെ ചിലപ്പോൾ നിനക്ക് എവിടുന്ന് കാണാൻ പറ്റും? ദൈവത്തോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റും. നീ യഥാർത്ഥ റൂട്ടിൽ പോയത് കൊണ്ട് തലമുറയ്ക്കും ദൈവത്തെ അറിയാൻ പറ്റും. 41-നും 7 വിളിച്ച് പരിപാടി നടത്തിയെന്ന് പറഞ്ഞ് പായസം കൊടുത്തെന്ന് പറഞ്ഞ് ചോറ് കൊടുത്തെന്ന് പറഞ്ഞ് കാര്യമൊന്നും നടക്കത്തില്ല. ഒരു അനുഗ്രഹം ഉണ്ടാവത്തില്ല. മരിച്ചവൻ മരിച്ചു. അതുകൊണ്ട് കർത്താവിനെ മരിച്ചവൻ മരിച്ചവനെ അടക്കം ചെയ്യട്ടെ. അതെ, ഓർമ്മ ദിവസമില്ല. മരിച്ചവനെ അടക്കം ചെയ്യട്ടെ. മരിച്ചപ്പോഴേ അവന്റെ കാര്യങ്ങളെല്ലാം തീർന്നു. അവന് ജീവനോടിരുന്നപ്പോ പല കാര്യത്തിനകത്ത് അവന് മാറാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവൻ മാറിയെങ്കിൽ അവൻ ദൈവത്തോടൊപ്പം കാണും, അല്ലെങ്കിൽ അവന് തീർന്നു. ദൈവത്തോടൊപ്പം ജീവിച്ചവനാണെങ്കിൽ
അവന്റെ തുടക്കം അനുഭവിക്കുന്ന അവിടെ, സന്തോഷം അനുഭവിക്കുന്ന അവിടെ എപ്പോഴാ? മരിച്ചു കഴിയുമ്പോൾ. ആരോടൊപ്പം പോകുമ്പോഴാ? ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോഴാണ്. സ്തോത്രം. അല്ല, ദൈവത്തിന് വേണ്ടി ജീവിച്ചില്ല എങ്കിൽ, ലോകപരമായി ജീവിച്ചെങ്കിൽ, അവൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോന്നെ? ചിലരുണ്ട് മരിച്ചിട്ട് ഓർമ്മ ദിവസത്തെ ഇലയെല്ലാം വെച്ചിട്ട് അവർക്കും വേണ്ടി ആഹാരം വെച്ചിട്ട് അവസാനം ഇവരെ തന്നെ ഇരുന്ന് തിന്നുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ബീഫ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴും വിളക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഇവരിൽ നിന്ന് കഴിക്കുന്നതാണ്. ഇന്ന് അവരും അത് കഴിച്ചില്ലായിരുന്നു. ഞാൻ പാലക്കാട് താമസിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഫ്ലാറ്റ്, ഒരു ഡോർ തുറക്കുമ്പോൾ കാണാം. ആ വീട്ടിൽ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര ഫംഗ്ഷൻ ഉണ്ട്. സ്തോത്രം. ഞാൻ അവിടെ നിന്നോണ്ട് ഇങ്ങനെ നോക്കി, ജനലിക്കൂടെ നോക്കി. ഞാൻ ഓർത്ത് ചോറെല്ലാം ഇപ്പം കുറയുമായിരിക്കും. സ്തോത്രം. വിളക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓർത്തിന് ഇപ്പം വന്ന് സ്തോത്രം ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റു മരിച്ചവർ വന്നിരുന്നിപ്പോൾ കഴിച്ച് തീരുമായിരിക്കും. പ്രൈസ്. മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഇല അതേപടി കൊണ്ട് ചോറ് കൊടുത്തു. പ്രൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ തന്നെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പ്രൈസ്. എന്തുവാ? അപ്പന് പകരം അവരെ അപ്പനായി. പ്രൈസ്. സ്തോത്രം. നമ്മൾ ജീവിച്ച നമ്മളോട് വരും ദൈവത്തിന്റെ സന്നിധി, ദൈവത്തിൽ കാണാൻ പറ്റും. കർത്താവ് പറയോ, പൂർണ്ണ ഹൃദയത്തോട് നിന്റെ ദൈവത്തെ സ്നേഹിപ്പി. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ക്രിസ്തു ഏക കർത്താവ് നീ തിരിച്ചറിയണം. ഏക കർത്താവ് എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞ ഒരു ദൈവപൈതൽ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല? വീട് പോകത്തില്ല. അവൻ പ്രതികൂലത്തിൽ കിടക്കുമ്പോഴും അവൻ പറയും, ഞാൻ എഴുന്നേക്കും. കർത്താവ്, ഞാൻ ഈ കട്ടിലേക്ക് കടന്നു പോയി, ഇനി ഞാൻ എഴുന്നേക്കത്തില്ലയോ? എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലയോ? ഇല്ല. അവന്റെ ഉള്ളത്തിൽ അവൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കും, ഞാൻ എഴുന്നേക്കും. കാര്യം എന്തുവാ? എന്റെ മേൽ ദൈവത്തിന്റെ ആലോചന കിടപ്പുണ്ട്, ദൂത് കിടപ്പുണ്ട്. അതിങ്ങനെ കിടന്നനുഭവിക്കാനല്ല, പുറത്തു വന്ന് അനുഭവിക്കാവുള്ളൂ. സ്തോത്രം. കർത്താവ് എന്ത് ചെയ്യും? നമ്മൾ എഴുന്നേൽപ്പിക്കും. നമ്മളങ്ങനെ എന്ത് പറയുന്നത്? കർത്താവ് എന്റെ കാര്യം പോയി, എന്നെ കൈവിട്ടോ. പ്രൈസലോ. അങ്ങനെ എന്നെ നേരെ എടുത്തില്ല, അവിടോട്ട് കൊണ്ടുപോകും, എന്നെ ഇവിടോട്ട് കൊണ്ടുപോകും. അല്ല, എന്റെ കർത്താവ് എന്നെ കൈവിട്ടത്തില്ല. കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ അവിടോട്ട് കൊണ്ടുപോയാലും ഇവിടോട്ട് കൊണ്ടുപോയാലും എന്റെ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രമേ, എന്റെ അല്പവേദനകൾക്ക് മാത്രമേ ഒരു ആശ്വാസം ലഭിക്കത്തുള്ളായിരിക്കും അവിടെ ഇവിടെ പോകുമ്പോഴും. പക്ഷെ പൂർണ്ണമായി എനിക്ക് വിടുതൽ തരണമെങ്കിൽ ആര് ചിന്തിക്കണം? എന്റെ യേശു ചിന്തിക്കണം. ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. കർത്താവ് പറയുക, പൂർണ്ണ ഹൃദയത്തോട് എന്നെ സ്നേഹിപ്പീൻ. പൂർണ്ണ ഹൃദയത്തോട് ഞാൻ സ്നേഹിപ്പിക്കണമെങ്കിൽ ഞാൻ വിളിക്കുന്ന കർത്താവിന്റെ ഏക കർത്താവാവണം. പ്രൈസലോ. ഞാൻ എന്റെ കർത്താവിനെ ഏക കർത്താവായി കാണണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ല. അതിനപ്പുറം സ്തോത്രം ഈ ലോകത്തിൽ ഭരിക്കുന്ന നേതാക്കന്മാർക്കോ ഭരണത്തിനോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിനെല്ലാം അപ്പുറമാണ് എന്റെ യേശു ഇരിക്കുന്നത്. അതിനെല്ലാം അപ്പുറത്ത് അധികാരം എന്റെ യേശുവിനുള്ളത്. സ്വതന്ത്രമാലിയ. ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് മഴ പെയ്യാതിരിക്കുന്ന പ്രവചനമല്ല ദൈവം പറയുന്നത്. മഴ കൊടുക്കണം, നിങ്ങൾ കൊടുക്കാതിരിക്കണമെങ്കിൽ ദൈവം ചിന്തിക്കണം. കാര്യം എന്തുവാ? ഇതെല്ലാം ദൈവത്തിനകത്തുനിന്ന് വരുന്നതാണ്. കാലം മേൽ സൃഷ്ടിച്ച് സകലത്തിന്മേലും അധികാരമുള്ള ക്രിസ്തുവിനകത്തുള്ളതാണ്. അപ്പോൾ ഏത് കർത്താവ് എന്ന് പറഞ്ഞാൽ അധീന വരുന്നത്. അപ്പൊ മഴ പെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇന്നലെ മഴ വന്നപ്പോൾ ഞാൻ ഒരുപാട് ദൈവം ദർശിച്ചു. നല്ലോണം ഒന്ന് ഉറങ്ങി. കർത്താവിനെ ഞാൻ സ്തുതിച്ചു, നന്ദി പറഞ്ഞു. അത് ആരയച്ചതാ? എനിക്കറിയാം, എന്റെ കർത്താവ് അയച്ചതാണ്. കർത്താവ് അയച്ചതാണ്. ലവരവിടുന്നോണ്ട് പറയുന്നുണ്ട്, ഇടി വെട്ടും മഴ പെയ്യുന്നു. 31-ാം തീയതി കാലത്ത് ഇടിയും കണ്ടില്ല, മഴയും കണ്ടില്ല, ചൂട് കൂടിയതല്ല. പക്ഷെ 31 കഴിഞ്ഞ് 1-ാം തീയതി ആയപ്പോഴാണ് മഴ പെയ്യുന്നത്. ദൈവത്തിനെ സ്തുതിക്കത്തില്ല, ദൈവത്തെ ആരാധിക്കത്തില്ല. കാര്യം എന്തുവാ? ഞാൻ എപ്പോഴും ഓർത്ത്, കർത്താവെ, ഈ തിക്കണമൊക്കെ അപ്പുറത്ത് വരെ മഴ പെയ്തു, ഇപ്പുറത്ത് പെയ്തു, ഇവിടെ മാത്രം പെയ്യുന്നില്ല. ഇവിടെ വന്നെങ്കിൽ സഭയുടെ ബഹളവുമാ, ദൈവമക്കളുടെ ബഹളം. ഒരച്ഛൻ്റെ അടുത്ത് വന്ന് വിശുദ്ധന്മാര് കൂടിയത് കൊണ്ടായിരിക്കും പക്ഷെ ഇവിടെ മഴ പെയ്യാത്തത്. പക്ഷെ ഇന്നലെ മഴ പെയ്തപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. 31 വരെ അവിടെ മഴ പെയ്തപ്പോ അവിടെ നിന്ന് ഒരു പലരും പറഞ്ഞു, ഓ ഇത് മുമ്പേ നമുക്ക് വാർത്തയുള്ളതല്ലായിരുന്നു, 31-ാം തീയതി ഇങ്ങനെ നടക്കുന്നു. പക്ഷെ 31-ാം തീയതി അല്ല ഇവിടെ സംഭവിച്ചത്, 1-ാം തീയതി സംഭവിച്ചു. അപ്പോഴേ ദൈവത്തെ സ്തുതിച്ചു. കാര്യം നമുക്ക് വേണ്ടി
അപ്പൊ ദൈവപ്രവൃത്തി, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ അറിയേണ്ട രീതി അറിഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തെ വാർത്ത പറഞ്ഞ പോലെ ഒരു സഹോദരി വാർത്തയ്ക്കകത്ത് പറഞ്ഞതുപോലെ അന്ന് തന്നെ അമികാല റേഷൻ അരി കിറ്റെല്ലാം ഞങ്ങളെ കൊലച്ചോറാന്ന് ഇപ്പോഴാണ് ഞങ്ങളൊന്നും അറിഞ്ഞത്. അതിൽ ഒരു സഹോദരി പറഞ്ഞു, ഞാൻ ഒരു കിറ്റും മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കും. ഒരു സഹോദരി ഇവിടെ നിന്ന് വിളിച്ചു പറയുക, ഇത് കൊലച്ചോറാന്ന് ഇപ്പോഴാണ് മനസ്സിലായി, ഇനി അവന്റെ കിറ്റും വേണ്ട, ഒന്നും വേണ്ട. സ്തോത്രം. ഞാൻ അപ്പോഴും ഒരുപാട് ദൈവത്തെ സ്തുതിച്ചു പോയി. കാര്യം എന്തുവാ? അവരുടെ ഉള്ളത്തിനകത്ത് ആ കിറ്റിന് വേണ്ടി എന്തോ അണിയും ക്യൂവായിരുന്നു. ആ കിറ്റ് കിട്ടാത്തതിന് എന്തൊക്കെ വിഷയമായിരുന്നു. അവരിപ്പോ പറയാ, ഈ കിറ്റ് എന്തൊരു കൊലച്ചോറായിരുന്നു. ഇവർക്കൊന്നും നമുക്ക് സമാധാനം തരാൻ പറ്റില്ല. ഒരു കിറ്റ് തന്നുകൊണ്ട് ശാശ്വതമായുള്ള ആഹാരമായി തീരുമോ? 10-15 ദിവസം കഴിയുമ്പോൾ അടുത്ത കിറ്റ് വേണം. അതാരാ തരുന്നത്? സ്തോത്രം. ഇവരാണോ തരുന്നത്? എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, ജീവനോട് ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ആഹാരങ്ങളെല്ലാം ആരൊരുക്കിക്കൊണ്ട് കർത്താവ്. ഇതൊന്നും കണ്ടല്ല ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാൻ കണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ഒരിക്കലും ഉപേക്ഷിക്കാത്തൊരു ക്രിസ്തു, ഒരിക്കലും കൈവിടാത്തൊരു ക്രിസ്തു. ആ ക്രിസ്തു എന്റെ കൂടെ ഉള്ള കാലത്തോളം ഞാൻ തോറ്റുപോത്തില്ല, ജയിക്കും എന്ന് പകൽ ഞാൻ ദൈവത്തിന്റെ ദൂത് വീണ്ടും പറയുക. നിങ്ങളുടെ പേരിൽ നിന്ദകൾ വരാം, പരിഹാസങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, ചില വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരാം. ഞാൻ ഇന്ന് പകരം നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക, നിങ്ങൾ ആ നിന്ദകളിലോ പരിഹാസങ്ങളോ വീണു പോകല്ലേ, ആ കഷ്ടങ്ങൾ വീണു പോകല്ലേ. അമികാലസ്വന്തം നിങ്ങളുടെ ഉള്ളിൽ നൊന്ത് പൊട്ടിക്കരഞ്ഞ് നിങ്ങളുടെ ഉള്ളത്തുനിന്ന് കണ്ണുനീര് വരാം. നിങ്ങൾക്ക് മറുപടി പറയുവാൻ കഴിയാതെ നിങ്ങൾ പലപ്പോഴും മാറി നിന്ന് കരയാം. അമികാലസ്വന്തം പലപ്പോഴും വേദനിക്കാം. പക്ഷെ നിങ്ങളെ കണ്ണുനീരും വേദനയും കാണാതെ പോകുന്ന ഒരു കർത്താവിനെയല്ല ഇന്ന് പകൽ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ആ കർത്താവ് ദൂത് പറയുന്നത് ഇങ്ങനെ, നിങ്ങളപ്പോൾ പറയണം, എനിക്ക് വേണ്ടി ചോദിക്കുവാൻ ഒരാളുണ്ട്. എന്നെ വേദനിപ്പിച്ചാൽ, എന്റെ കണ്ണുനീര് വീണ് അത് വെറുതെ പോകത്തില്ല. ഞാൻ ഇറങ്ങിയിരിക്കുന്നത് കർത്താവിന് വേണ്ടിയാ, ഞാൻ ഇറങ്ങിയിരിക്കുന്നത് യേശുവിന് വേണ്ടിയാ. എന്റെ യേശു ഒരിക്കലും എന്നെ ഇങ്ങനെ ഒരു നിന്ദാപാത്രമായി, ഒരു പരിഹാസപാത്രമായി, ഒരു അപമാനപാത്രമായി എന്നും എന്റെ കർത്താവിനെ ഇങ്ങനെ കൊണ്ടുപോകത്തില്ല. ഇന്ന് പകൽ ആ ദൂത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധമോ വീണ്ടും ദൂത് പറയുന്നു, പ്രിയ ദൈവത്തിൽ നീ തളർന്നു പോവാതെ, നീ തളർന്നു പോകുന്നത് പറ, എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, എന്നെ കൈവിടത്തില്ല. എന്നെ നിശ്ചയമായി എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എന്റെ കർത്താവിനെ നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കും. ഇന്ന് പകൽ എനിക്ക് ഈ പ്രതികൂലം കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധി വന്നിരിക്കുന്നത്, ഈ നിന്ന വന്നിരിക്കുന്നത്, ചിലവരുടെ വേണ്ടി എനിക്ക് മറുപടി പറയുവാൻ കഴിയാതെ പലതും ഞാൻ സഹിച്ചു നിൽക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് നിശ്ചയമായി പറയുന്നു, നീ യേശുവിന് വേണ്ടി വേർതിരിച്ചിറങ്ങിയതാണെങ്കിൽ, നീ യേശുവിന് വേണ്ടി ഇത് അനുഭവിക്കുന്നെങ്കിൽ ഇത് നിശ്ചയമായി ദൈവം പറയുന്നു, നിന്നെ ഇങ്ങനെ ദൈവം ഉപേക്ഷിക്കത്തില്ല, ദൈവം തന്നെ ഇങ്ങനെ കൈവിടത്തില്ല. ദൈവം നിശ്ചയമായി നിന്നെ ആ ബന്ധനത്തിന് പുറത്തു കൊണ്ടുവരും, ആ പ്രതികൂലത്തിന് പുറത്തു കൊണ്ടുവരും. നിന്റെ കുടുംബത്തിന് മേൽ യേശുവിന്റെ നാമത്തിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടുന്നത്, ഓരോ കുടുംബത്തിനകത്ത് ആ ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ കർത്താവ്. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ടാവട്ടെ കർത്താവ്. ഓരോ കുടുംബത്തിനകത്ത് ദൈവം വ്യക്തിപരമായി ഇടപെടട്ടെ കർത്താവ്. ചില നിന്ന മാറ്റുന്ന പകലായി തീരട്ടെ, ചില പരിഹാസങ്ങൾ മാറ്റുന്ന പകലായി തീരട്ടെ. ഞാൻ കേവല കർത്താവ് ഒരാളേ ഉള്ളൂ. ഇന്ന് പകൽ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവം സ്നേഹിക്കുന്നു, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. മറുപടി ഇന്ന് പകൽ ഓരോ കുടുംബത്തിനകത്തും വെളിപ്പെടട്ടെ കർത്താവ്. ഞങ്ങൾക്ക് വെളിപ്പെടട്ടെ. ഞങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു.